ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒന്നാമത്തെ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഹെഡിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് അവറുകൾ ഈ ഒരു ഹദീസിനെ ആദ്യം വിവരിച്ച് പറയുന്നത്. ഈ ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്, എല്ലാത്തിൻ്റെയും അടിത്തറയാണ്. ചില ഇമാമിങ്ങൾ പറയുന്നു, ഏതൊരു കിതാബ് എഴുതുന്നവർക്കും തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് എഴുതൽ നല്ലതാണ് എന്ന്. എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയാൻ കാരണം ഈ ഇഖ്ലാസാണ് ഈ ഹദീസിലെ പ്രതിപാദ്യ വിഷയം. മുതഅല്ലിമ് ഒരു കിതാബ് ഓതാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കൽബിലേക്ക് ഈ ഹദീസ് ആദ്യം പതിഞ്ഞിരിക്കൽ ആവശ്യമാണെന്ന് ചില ഇമാമിങ്ങളൊക്കെ പറയുന്നു. ഏതായാലും ഹദീസിലേക്ക് പ്രവേശിക്കാം. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുത്തിലേപ്പോൾ അന്നഹു ഖാല എന്ന് കാണൂല, അത് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം എന്നാണ് പാരമ്പര്യമായിട്ട് ഉസ്താദുമാർ പറഞ്ഞു വരുന്നത്. അൻ ഉമറ പോലത്തെ ഈ അനത്തിൻ്റെ വേക്കിലും അതുപോലുള്ളതിൻ്റെയൊക്കെ ശേഷം ഫിഅല് വരുമ്പോൾ അവിടെ അന്നഹു കാല എന്ന് വായിക്കണം. ഇവിടെ എഴുത്തിലിപ്പോൾ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാല എന്നേ ഉണ്ടാവുള്ളൂ. വായിക്കുമ്പം അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു കാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിശ്ചയമായിട്ടും അമലുകൾ മുഴുക്കയും ബിന്നിയാത്ത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. ഇന്നമക്ക് ഹസുറുണ്ട്, മാത്രം എന്നുള്ളൊരു മാനുണ്ട്, അത് താലിൻ്റെ താലിയിലാണ് വരിക. അപ്പം നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ ചില ഫസ്സരീങ്ങൾ പറയണത് അഅ്മാലിൻ്റെ സിഹത്ത് നാം മുളാഫ് പോയത് കൂട്ടിക്കൊടുക്കണത്. അങ്ങനെ ആകുമ്പം അവിടെ ഉദ്ദേശിക്കേണ്ടത് ഏത് അമൽ ചെയ്യുമ്പോൾ ഓ അമൽ സ്വഹിയാകാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാനാണ് കാണിക്കുകയാണ് എന്നുള്ള നിയ്യത്തോന് വേണം. നോമ്പ് വലിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ നോമ്പ് ഒക്കെ നിയ്യത്ത് വേണം. ഹജ്ജ് പ്രവേശിക്കുകയാണെങ്കിൽ ആ നിയ്യത്ത് വേണം. അങ്ങനെ അമലുകളൊക്കെ സ്വഹിയാകെ നിയ്യത്ത് വേണമെന്നാണ്. ഇനി വേറെ ചില വാദികൾ അമാലിൻ്റെ കബൂലിയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിന് കബൂലിയത്ത് ഉണ്ടാവണമെങ്കിൽ ബിന്നിയാത്തി നിയ്യത്തുകളൊക്കെ അനുസരിച്ച് മാത്രമാണ്. അവൻ അള്ളാഹിൻ്റെ പ്രീതി വിചാരിച്ചുകൊണ്ടാണെങ്കിൽ അത് കിട്ടും, അതല്ല വേറെ വല്ലതും വിചാരിച്ചുകൊണ്ടാണെങ്കിൽ അത് കിട്ടും. അതിനോട് യോജിപ്പുണ്ട് ശേഷം വരാൻ പോകുന്ന ഹദീസിൻ്റെ ബാക്കിയും. വൈന്നമാലിംരി ഇമ്മാനവ, ഏതൊരു മനുഷ്യനും അവൻ കരുതിയതെന്താണോ അതുണ്ട്. അതായത് ഫമൻ ഹിജറത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ഒരാളുടെ ഹിജറ അള്ളാഹുലേക്കും അള്ളാഹിൻ്റെ റസൂലിനേക്കുമാണ് എങ്കിൽ, മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി എത്തി പലായനം ചെയ്ത് മദീനത്തെത്തിയിട്ട് ആദ്യത്തെ പ്രസംഗത്തിലാണ് ഇത് പറയുന്നത്. ആരെങ്കിലും ഹിജറ ഇങ്ങോട്ട് മദീനത്തേക്ക് പോകുന്നത് അള്ളാൻ്റെയും അള്ളാൻ്റെ റസൂലിയും പ്രീതി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഫഹിജറത്തുഹു ഇലല്ലാഹി റസൂലിഹി, അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും ചെയ്തതായി കണക്ക് വെക്കപ്പെടുന്നതാണ്. വമൻ കാനത്ത് ഹിജറത്തുഹു, ഒരാളുടെ ഹിജറ വല്ലൊരുത്തിൻ്റെയും ഹിജറയായാൽ ഇലാ ദുനിയാ, ദുനിയാവിലേക്കായാൽ. എങ്ങനെയുള്ള ദുനിയാവിന് യുസീബുഹ, ആ ദുനിയാവിനെ അവനെത്തിക്കും. അങ്ങനെ ചില ആളുകൾ വിചാരിച്ചവരുണ്ടായിരുന്നു. ഈ പ്രസംഗം കേൾക്കുമ്പോൾ സദസ്സിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലരങ്ങനെ ഉണ്ടായിരുന്നു, മദീനത്ത് പോയിട്ട് നമ്മളുടെ ചരക്ക് ചിലവാക്കിയാൽ കുറച്ച് ചില്ലാന് ലാഭം കിട്ടും എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു. നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹിജറ താൻ സമ്പാദിക്കാൻ വിചാരിച്ച ദുന്യാവിലേക്കാണെങ്കിൽ ഔ ഇംറാത്തിൻ യതസവ്വജുഹാ, കെട്ടാൻ വിചാരിച്ച പെണ്ണിലേക്കാണ് എങ്കിൽ ഫഹിജറത്തുഹു, അവൻ്റെ ഹിജറ ഇലാ മാ ഹാജറ ഇലൈഹി, താൻ ഏതെന്നിലേക്ക് ഹിജറ പോയോ അതിലേക്കായി കണക്ക് വെക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറയാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഇതാണ് മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ അടിത്തറയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഇമാമിങ്ങൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ
റിയാദു സ്വാലിഹീൻ്റെ തലക്കലും അങ്ങനെ ഒരുപാട് ഇമാമികൾ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ ബാബിട്ട് തന്നെ ബാബുൽ ഇഖ്ലാസ് എന്നാണ്. അതുപോലെ തന്നെ ഇനി ബാബു ആറന്നിട്ടാലും തബറുക്കിന് വേണ്ടി ആ ഒന്നാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ നിയത്ത് നന്നാക്കട്ടെ, ആമീൻ. ഇനി കിതാബിലേക്ക് പ്രവേശിക്കുക. കിതാബുൽ ഈമാൻ. അൽ ഫസ്ലുൽ അവ്വലു അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിപ്പോർട്ടിൽ ബൈന നഹനു എന്നാ അങ്ങനെ ഇസ്തിമാലുണ്ട്. ബൈന നഹനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിതങ്ങളുടെ ഹദറത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ ദാത്ത യൗമിൻ്റെ ഒരു ദിവസം, ആ ദാത്ത സായിദിയ യൗമ എന്നുള്ള മാനാക്ക. ഇത് അസമയത്ത് തൊല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തൊല അലൈന റജുലുൻ, ഞങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ ഹാജരായി. ഷദീദു ബയാദി സിയാബി, വസ്ത്രത്തിൻ്റെ വെളുപ്പ് ശക്തിയായ. ഇവിടെ ഇപ്പോൾ നെക്കിറാക്ക് മാരിഫോണ്ട് സിബത്ത് അറിഞ്ഞൊന്നും ആരും പറയണ്ട. റജുലും തന്നെ നെക്കിറയാണ്, ഷദീദു മാരിഫി ആയില്ലേ. കാരണം ഷദീദുവിൻ്റെ മുലാഫിലിൻ്റെ മുലാഫിലി ആകുമ്പോൾ അസിയാബും ആരിഫി അല്ലേ. എന്നാൽ ഈ ഷദീദ് കാരണം സാധനം ഇലാഫത്ത് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യില്ല, താരിഫ് കിട്ടാത്ത സാധന. വസലു അൽബീദൽ മുലാഫി മുത്തഫർ ഇൻവൂസിലത്ത് ബിസാനി കൽ ജാരിഷർ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അവിടെ കാണാം അൽഫിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇലാഫത്തുകൊണ്ട് താരിഫ് കിട്ടാത്തപ്പെട്ടതാണ്. വൈൻ യുഷാബിഹിൽ മുലാഫു എഫ് അലു വസ്ഫം ഫാൻ തങ്കീരിഹീല യുസലു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഷദീദു ബയാദി സിയാബി, വസ്ത്രത്തിൻ്റെ വെളുപ്പ് ശക്തിയായ, നല്ല വെളുവെളുത്ത വസ്ത്രം. ഷദീദു സവാദി ഷാരി, മുടിയുടെ കറുപ്പ് ശക്തിയായ. അതിനുശേഷം പറയുന്നുണ്ട് ലാ യുറ അലൈഹി അസറു സഫരി, യാത്രയുടെ അടയാളം അദ്ദേഹത്തിന് മേൽ കാണപ്പെടുന്നില്ല. കാരണം വസ്ത്രത്തിൽ പൊടി പിടിക്കും, മുടിൻ്റെ കറുപ്പിൻ്റെ മേലിലൊക്കെ പൊടി പാറി പിടിക്കും യാത്രക്കാരനാണെങ്കിൽ. അപ്പോൾ യാത്രൻ്റെ അടയാളങ്ങളില്ല. എന്നാൽ പിന്നെ മദീനക്കാരനാവണം, അതോ നോക്കാം നമുക്ക്. വലായരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും അദ്ദേഹത്തോട്ട് അറിയൂല. അവിടെയാണ് വിഷയം. ഞങ്ങളിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ അറിയില്ല. മദീനക്കാരനാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കൊരാൾക്ക് അറിയണ്ട, ഒരാൾക്കും അദ്ദേഹത്തെ അറിയൂല. എന്നാൽ അവൻ നാട്ടിൽ നിന്ന് വന്നവരാണ്ടേ, അപ്പോൾ യാതൊരു അടയാളവും കാണാനില്ല. അങ്ങനെ ജലസൈലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പുന്നാര നബീൻ്റെ ഹദറത്തിലേക്കാണ് ഇരുന്നു അദ്ദേഹം. എന്നിട്ട് അസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽമുട്ടുകളെ നബിതങ്ങളുടെ രണ്ട് മുട്ടുകാലിലേക്ക് ചേർത്തി വെത്തു, അതവോട് കൂടിയിരുന്നു. കഫൈഹി അല ഫഹിദൈഹി, അദ്ദേഹത്തിൻ്റെ ഇരു കഫുകളെ, മുൻകൈകളെ തൻ്റെ രണ്ട് തുടയുടെ മേലിൽ വെച്ചു. അങ്ങനെ കയ്യുത്തി ഇരുന്നുകാണ്ടുള്ള ഹുങ്കിൻ്റെ ഇരുത്തൊന്നല്ല ഇരുന്ന്, വല്ല വിനയപൂർവ്വം ഇരുന്നു. ഈ ഫഹദൈഹി എന്നുള്ള ദമീർ അദ്ദേഹത്തിൻ്റെ രണ്ട് തുടയിലേക്ക് എന്നുള്ള ദമീർ മടക്കലാന്നാണ് ഫസ്രീങ്ങൾ പലരും പറഞ്ഞത്. എന്നാൽ ചില ഹദീസിൽ റിവായത്ത് വന്നിട്ട് നബിതങ്ങളുടെ ഫഹദിൻ്റെ മേലിൽ വെച്ചു എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും ശരി, ആ വന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് തുടയുടെ മേലിൽ കൈവച്ച് വക്കാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദേ, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. കാല, അപ്പം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇസ്ലാമു, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും നിശ്ചയം മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതരാണെന്നുമുള്ള നിൻ്റെ ഷഹാദത്താണ്, അതിനീ സാക്ഷ്യം വഹിക്കലാണ്. കഴിഞ്ഞിട്ടില്ല. വ തുഖീമസ്സലാത്ത വ തുഅ്തിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇനിസ്തതാത ഇലൈഹി സബീല, നിസ്കാരം നീ നിലനിർത്തലും സക്കാത്ത് കൊടുത്തു വീട്ടലും റമളാനി നോമ്പ് നിൽക്കലും തടിയാലും മുതലാലും വഴിയാലും കാബാലയത്തിലേക്ക് നീ കഴിവായാൽ നീ കാബത്തിങ്ങ് ചെന്ന് ഹജ്ജ് ചെയ്യലുമാണ് എന്നങ്ങ് പറഞ്ഞു കൊടുത്തു. കാല, അപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, സ്വതക്കത്ത, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജ്ബിനാലഹു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അത്ഭുതമുള്ളവരായി. യസ്അലുഹു വയുസദ്ദിഖുഹു, മുസ്തനഫ ജുംലയാണത്. കാരണം ആദ്യത്തെ ഈ അജബുണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ള മുൻകഴിഞ്ഞ കലാമിൽ നിന്ന് വരുന്നവർ പിന്നെ സംശയത്തിന് മറുപടി എന്നോണം ബാക്കിൽ വരുന്ന ജുംലക്കാണ് മുസ്തനഫ ജുംല എന്ന് പറയാം. അപ്പോൾ യസ്അലുഹു വയുസദ്ദിഖുഹു, അജബുണ്ടാകാനുള്ള കാരണം എന്താ, അദ്ദേഹം തന്നെ ചോദിക്കുന്നു, കൂടെ അദ്ദേഹം തന്നെ അതിന് തസ്ദീഖിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു, അദ്ദേഹം തന്നെ തസ്ദീഖും ചെയ്യുന്നു, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്നും പറയുന്നു. അപ്പം ഞങ്ങൾക്ക് അത്ഭുതം വന്നു. കാല, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു,
ആ വന്ന ആൾ പറഞ്ഞു ഫ അഖ്ബിർനി അനിൽ ഈമാൻ. അപ്പോൾ കാലെന്ന് പറഞ്ഞാൽ ലമീറേക്ക് തന്നെ മടക്കാം, ആ റജുലിലേക്ക് തന്നെ മടക്കാം. ആ റജുലി പറഞ്ഞു ഫ അഖ്ബിർനി അനിൽ ഈമാൻ, അവിടുന്ന് ഈമാനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. കാല തങ്ങൾ പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അള്ളാഹിനെ കൊണ്ടും അവിടുത്തെ മലക്കുകളെ കൊണ്ടും അവൻ്റെ കിതാബുകളെ കൊണ്ടും അവിടുത്തെ ദൂതന്മാരെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും നീ വിശ്വസിക്കലാണ്. വ തുഅ്മിന ബിൽ ഖദരി, അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് വിശ്വസിക്കലാണ്. ഖൈരിഹി വ ശർരിഹി, അത് ഖദറിൻ്റെ കൂടെ നന്മ ഉണ്ടായാലും തിന്മ ഉണ്ടായാലും ഒക്കെ അള്ളാഹിൻ്റെ കയ്യിൽ നിന്നാണ് വിശ്വസിക്കലാണ്. ഒരാൾക്കൊരു ഫുൾ A+ കിട്ടിയാൽ അതും, അതല്ല പിന്നെ ഒരു ഒന്ന് കാല് വെച്ചുത്തിങ്ങാണ്ട് കാല് മുറിയായി ഇന്നാലും ഓന് സന്തോഷമുള്ളത് കിട്ടിയാലും അവന് വിഷമമുള്ളത് കിട്ടിയാലും ഒക്കെ അള്ളാഹുവായ തീരുമാനിച്ചതാണ് എന്ന് വിശ്വസിക്കലാണ്. പാല അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു സ്വതക്കത്താ, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. കാല ആ വന്ന വ്യക്തി പറയുന്നു ഫാഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. ഇഖ്ലാസ് എന്നുള്ള മാനാക്ക് ഒന്നുകിൽ ലഫ്ള് ഉപയോഗിച്ചതാണ് ഇഹ്സാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ലൗവ്യ മാനനൊക്കെ. ഇതൊക്കെ ഒന്ന് മൊഞ്ചാക്കൽ എങ്ങനെയാണ്, ഇത് ചൊറുക്കാക്കൽ എങ്ങനെയാണ്? ഒക്കെ ആലാതങ്ങൾ പറഞ്ഞു തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുക, നീ അള്ളാഹുവിനെങ്ങനെ മുമ്പിൽ കാണുന്ന പോലെ ഇബാദത്തെടുക്കുക. അപ്പോഴല്ലേ ആ സുജൂദിൻ്റെ ചൊറുക്കുണ്ടാവുള്ളൂ, അപ്പോഴല്ലേ ആ റുക്കോയിൻ്റെ രസം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ ആ ഖിറാത്തിൻ്റെ മധുരം വരുള്ളൂ. അള്ളാഹിൻ്റെ കലാമാവുന്ന ഖുർആൻ ഞാൻ ഓതുന്നത് അള്ളാഹ് കേൾക്കുന്നുണ്ട് എന്ന് മുമ്പിൽ കണ്ടുകൊണ്ട് ഓതുമ്പോൾ. ഫൈലം തക്കുൻ തറാഹു, എന്തുകൊണ്ടെന്നാൽ നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഫൈനഹു യറാക്ക, നിശ്ചയം നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവായ അള്ളാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ആയതുകൊണ്ട് ആ ബോധം മുമ്പിൽ വെച്ചുകൊണ്ട് അമൽ ചെയ്യലാണ് ഇഹ്സാൻ. അതാണ് ഇഖ്ലാസ്. അതാണ് ഈ സംഗതികളൊക്കെ യഥാർത്ഥ മുഞ്ചിലേക്ക് എത്തിക്കാനുള്ള മാർഗം. കാല അപ്പോഴും ആ മനുഷ്യൻ പന ചോദിക്കുന്നു ഫഅഖ്ബിർനി അനിസ്സാ, എന്നാ അന്ത്യനാളിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. കാലാപ്പ് അവിടുന്ന് മുത്തുനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൽ മസ്ഊലു അൻഹാ, ആ സാഅത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടവൻ അല്ല ബിആലമിന സായിലി, ചോദിച്ചവനേക്കാൾ അറിവുള്ളവനല്ല. ചോദിക്കപ്പെട്ട ആൾ ഞാൻ, ചോദിച്ച ആളോ താങ്കൾ. അത് ചോദിച്ച താങ്കളെക്കാൾ ചോദിക്കപ്പെട്ട എനിക്കത് അറിഞ്ഞുകൂടാ. നമുക്ക് രണ്ടാക്കും വെൽമു സമാധാനമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാമെന്ന് അങ്ങനെയാകാം. ഏതായാലും കാല ആ വന്ന ആൾ പറഞ്ഞു ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എന്നാൽ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. കാല അപ്പം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു അന്തരിതൽ അമതു റബ്ബത്തഹ, അടിമപ്പെണ്ണതിൻ്റെ യജമാനത്തെ പ്രസവിക്കലാകുന്നു. ഒരുപാട് തഫ്സീർ ഈ കാര്യത്തിലുണ്ടെങ്കിലും അതിൽ കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിന് റാഹത്തുള്ള തഫ്സീർ ഇമാം നബിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നിക്കാസുല്ലുമൂർ, കാര്യങ്ങളൊക്കെ മറിഞ്ഞു വരികയാണ്. അതില്ലെങ്കിൽ അല്ലാമത്ത് റബ്ബത്തഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമ പെണ്ണ് സ്വന്തം യജമാനത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മമാർ പറഞ്ഞത് മക്കൾ കേൾക്കാതിരിക്കുക, ഇങ്ങോട്ട് മക്കൾ പറഞ്ഞത് ഉമ്മമാർ കേൾക്കേണ്ട ഗതി വരിക. അതല്ലെങ്കിൽ റബ്ബത്ത് എന്നുള്ളത് പ്രയോഗിച്ചെന്നുള്ളൂ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളൊക്കെയാണ്, മാതാപിതാക്കൾ മക്കൾ പറഞ്ഞ് കേൾക്കേണ്ടി വരിക. അതല്ലെങ്കിൽ യഥാർത്ഥ മാനന ഉദ്ദേശവരുമുണ്ട്, അമത്ത് പറഞ്ഞത് അതിൻ്റെ യജമാനത്തി കേൾക്കേണ്ട ഗതി വരലാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് തഫ്സീറുണ്ട്. ഏതായാലും ഇന്നിക്കാസുല്ലുമൂർ, കാര്യങ്ങളൊക്കെ വിപരീതമാവുക എന്ന് പറഞ്ഞ് എല്ലാ രംഗത്തും വിപരീതമാവും. എല്ലാ രംഗത്തും, ഭരണരംഗത്തും പഠനരംഗത്തും എല്ലാ രംഗത്തും വിപരീതമാവുക. അതിന് കുറച്ചും കൂടി യോജിപ്പിന് ശേഷമുള്ളതിൻ്റെ ബാക്കിയും പറഞ്ഞത് അന്തറാനി കാണലുമാണ്. അൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത, അൽ ഹുഫാത്ത കാല് ചെരുപ്പില്ലാതെ നടന്നിരുന്ന ആളുകളെ നീ കാണലാണ്. അൽ ഉറാത്ത വസ്ത്രമില്ലാതെ നഗ്നന്മാരായിരുന്ന ആളുകൾ നീ കാണലാണ്. ലാലത്ത ദരിദ്രന്മാരായിരുന്ന. റിയാഷ ഈ ആട് മേച്ച് നടന്നിരുന്ന ആളുകളെ നീ കാണലാണ്. യതദാവലൂന ഫിൽ ബുൻയാൻ, കെട്ടിടങ്ങളിങ്ങനെ നിർമ്മിക്കുന്നതിൽ നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നീ കാണലാണ്. നാവുകൊണ്ട് പറയും എൻ്റെ വീടാടോ, എൻ്റെ വീടിനെയൊക്കെ വലുത്, എൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എൻ്റെ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പറച്ചിലും ഉണ്ടാകും, കാണിച്ചു കൊടുക്കുന്നിടത്തും ഉണ്ടാകും. ഇങ്ങനെ ചെയ്യും. ആരാണ് ഈ ചെയ്യുന്നത്? ഒന്നുമില്ലാതിരുന്ന ആളുകൾ. കാല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് സുമ്മന്തലക്ക, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞതിന് ശേഷം ആ വന്ന വ്യക്തി പോയി. ഫലബിസ്തു മലിയനെ, കുറച്ച് കാലം ഞാൻ കഴിച്ചു കൂട്ടി. ചില മുഫസ്സിറുകൾ പറയുന്നു 3 ദിവസമാണ്. ഏതായാലും ശരി, എത്രയിലാവട്ടെ, കുറച്ച് കാലം ഞാൻ കഴിഞ്ഞു. സുമ്മ കാലലി,
പിന്നീട് ഒരിക്കൽ എന്നോട് മുത്തനബി ചോദിച്ചു, യാ ഉമർ, ഉമറെ അതതിരി, നീ അറിയുമോ മനിസാ ഇലു, ആ ചോദിച്ചിരുന്ന ആളെ നീ അറിയുമോ, അതാരാ നിനക്കറിയുമോ? കൊൽത്തു, ഞാൻ പറഞ്ഞു, സഹാബത്തിൻ്റെ സ്ഥിരം പ്രയോഗം അള്ളാഹു റസൂലുഹു ആലം, അള്ളാഹു റസൂലുഹു ആലെന്ന് പറഞ്ഞു. കാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജബ്രഈൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അത്താക്കും, നിങ്ങൾക്കൽ അദ്ദേഹം വന്നു, യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീനിന് പഠിപ്പിക്കുന്നവരാ നിലയിൽ, പഠിപ്പിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ദീൻ എങ്ങനെ ചോദിച്ചു പഠിക്കേണ്ടത് എന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കാൻ തന്നെയാണ്. ആ ഒരു ചോദ്യത്തിലാണ് ദീന് മുഴുവൻ പഠിഞ്ഞതെന്ന് പറയണം. കാരണം പിന്നീട് രചിക്കപ്പെട്ട അന്ത്യനാൾ വരെ ഇവിടെ രചിക്കപ്പെടുന്ന കിതാബിൻ്റെ മുഴുവൻ ഫിഖഹിൻ്റെ തെർത്തീബ് പോണത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയാണ് പോണത് തെർത്തീബ. എന്ന പോലെ തന്നെ ഈമാനുമായി ബന്ധപ്പെട്ട കിതാബൊക്കെ രചിക്കപ്പെട്ടത് ബില്ലാഹി, മലായികത്ത്, കുത്തുബ്, റുസുൽ, ഇങ്ങനെയാണ് പോണത്. അതുപോലെ തന്നെ ഇഖ്ലാസ്, ഈ മൂന്ന് കാര്യത്തിന് തസവുഫ്, ഈമാനുമായി, ഫിഖുഹു, അഖീദയായി, തസവുഫ്, എല്ലാം ആ ദീനിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെയുള്ളത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും കൂടി ഉൾക്കൊള്ളുന്നൊരു ചോദ്യമാണ് ആ ചോദ്യകർത്താവ് ചോദിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ ദീനുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദീൻ ആ ഒട്ടാകെ മൊത്തനിട്ട് പോയി എന്നർത്ഥം. ആ മൊത്തനിൻ്റെ ഷർഹാണ് പിന്നെ അന്ത്യനാൾ വരെ വരാൻ പോകുന്ന സർവ്വ കിതാബുകളും. അപ്പോൾ ഈ അല്ലിമക്കും ദീനക്കും എന്ന് പറഞ്ഞത് ശരിക്കും അവിടെ ഫിറ്റാണ്. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റവാഹു അബൂ ഹുറൈറ, ഈ ഹദീസിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ട് മഖ്തിലാഫിൻ, കുറച്ച് വ്യത്യാസത്തോടു കൂടെയാണ്. വഫീഹി, ആ റിപ്പോർട്ടിലുണ്ട്, വൈദാ റഅയ്തൽ ഹുഫാത്തൽ ഉറാത്ത, അങ്ങനെയാണ്. മരുവാൻ തറ എന്നുള്ളത് വൈദാ റഅയ്ത എന്ന് അങ്ങനെയുള്ളത്. ഇനി കണ്ടാൽ അൽ ഹുഫാത്തൽ ഉറാത്തൽ, ചെരുപ്പില്ലാതിരുന്ന നഗ്നന്മാരായ ആളുകളെ നീ കണ്ടാൽ, അസുമ്മ, അതുകൂടി ഉണ്ട് ഇതിൽ, ഹക്കു സത്യം കേൾക്കാൻ അവസരമില്ലാത്ത, അൽ ബുക്കും, അസുമ്മ, ചോട് കേൾക്കാത്ത, അൽ ബുക്കുമ, മുണ്ടാൻ കഴിയാത്ത ആളുകളെ നീ കാണലാണ്. എന്തായിട്ട് കാണുക? മുലൂക്കൽ അർദ്, രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളായിട്ട് കാണലാണ്. ഒന്ന് ജനങ്ങളുടെ നീ ചെന്ന് മുണ്ടാൻ അർഹതയില്ലാതിരുന്ന, ഉണ്ടായാലുള്ളത് കേട്ട് പഠിക്കാൻ ചാൻസ് കിട്ടാത്ത, ഇടാൻ ചെരുപ്പും ധരിക്കാൻ വസ്ത്രമില്ലാതെ അറിഞ്ഞിരുന്ന ആളുകളെ നീ രാഷ്ട്രത്തിൻ്റെ രാജാക്കന്മാരായിട്ട് കാണലാണ്. ഇങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അബൂഹുറൈറ റിപ്പോർട്ടിലുള്ളത് ഫി ഹംസിൻ, ഈ ഖിയാമത്ത് കുറിച്ചുള്ള ഈ ഇൽമ് അത് 5 പെട്ടതാണ്. കളയപ്പെട്ട ഉത്താൻ്റെ ഖബറാണത്. ഇൽമു ഖിയാമിസ്സാഅത്തി ഫി ഹംസിൻ, കളയപ്പെട്ട ഉത്താൻ്റെ ഖബറാണ്. ഇത് 5 പെട്ടതാണ്. ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ 5 കാര്യം അറിയുകയില്ല, അങ്ങനത്തെയിൽ പെട്ടതാണ്. സുമ്മ ഖറ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, ഇങ്ങനെ പോകുന്ന ആയത്ത് പൂർത്തിയാക്കിക്കോ. കളപ്പെട്ട ഒരു ഫീലിനെ ഫുലാക്കിയാൽ മതി, ഈ പൂർത്തിയാക്കിക്കോ, തെമ്മീമില്ലായാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഓതി കേൾപ്പിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു, ഇസ്ലാമിനെടുക്കപ്പെട്ടു, അലാ ഹംസിൻ, 5 കാര്യങ്ങളുടെ മേൽ. ഇസ്ലാമാവുന്ന കൊട്ടാരം കെട്ടിപ്പടുക്കപ്പെട്ടത് 5 തൂണുകളുടെ മേലിലാണ്. ഒന്ന്, കളപ്പെട്ട ഉത്താൻ അവറാക്കിയാണ്ട് ഷഹാദത്തു എന്നും വായിക്കാം, ഇനി ജെറുകൊണ്ട് ബദലായിട്ടും വായിക്കാം. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ്ക്ക് ഷാഹിദാകലാണ്. വന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന റിവായത്തിലുള്ളത്. രണ്ടാമത് ഇഖാമി സ്വലാത്തി, നിസ്കാരം നിലനിർത്തുന്നതിൻ്റെ മേലിലും, ഈതായി സക്കാത്തി, സക്കാത്ത് കൊടുത്തു കിട്ടുന്നതിൻ്റെ മേലിലും, ഹജ്ജി, ഹജ്ജിൻ്റെ മേലും, സൗമി റമളാന, റംളാനിൽ നോമ്പ് നോൽക്കുന്നതിൻ്റെ മേലിലും. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാനു, ഈമാന് ബിദ്ഉൻ വസബൂന ശുഅബതൻ,
70 ചില്ലാനം ശാഖകളാണ്. 1 മുതൽ 9 വരെയുള്ള അതിനെ പറ്റി കിനായത്താക്കി പറയുന്ന വാക്കാണ് ബിൽ എന്നാണ്, ചില്ലറ എന്നർത്ഥം വെക്കും. 70 ചില്ലാനം ശാഖകളാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ പല വിധത്തിലും ഈ തഫ്സീർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് 70 ചില്ലാനം ശാഖകളായി മാറിയത് എന്നുള്ളതൊക്കെ. നമ്മുടെ മിർക്കാത്തും അതുപോലെ മറ്റു പല ആശയങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പല തഫ്സീറുകളും ഈ വിഷയത്തിൽ കാണാം. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആവുന്നു. വഅദ്നാഹ, അതിലേറ്റവും താഴെ തട്ടിലുള്ളത് ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിയെ തൊട്ട് വിഷമങ്ങൾ തട്ടിക്കളയലാണ്. വൽ ഹയ്യാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഹയ്യാ ഈമാൻ്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ്. എന്തിനാ ഹയ്യായിനെ മാത്രം എടുത്തു വെച്ചു എന്നുള്ളത് അതിൻ്റെ പ്രാമുഖ്യം വെളിവാക്കാനാണ്. 70 ചില്ലാനം വ്യംഗ്യമായി പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിന്ന് അങ്ങേ തലകത്വവും ഇങ്ങേ തലകത്വവും പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഹയ്യായിൻ്റെ പ്രാമുഖ്യം അറിയിക്കാനാണ് എന്നും അതെന്തിനെടുത്ത് പറഞ്ഞതെന്നുള്ളതും ഒക്കെ ഇൻഷാ അല്ലാഹ് വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് വിവരിക്കാണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചുരുക്കി പറഞ്ഞങ്ങനെ പോകാം. അപ്പം പിന്നെ മുത്തഫഖുൻ അലൈഹി. വാൻ അബ്ദുല്ലാഹിബിൻ അംരിൻ, ഇത് ഉമറ എന്ന് വായിക്കരുത്, അംരി എന്ന് വായിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അബ്ദുല്ലാഹ് എന്ന് എഴുതാറില്ല, വെറും ഇബ്നു ഉമർ എന്ന് എഴുതുള്ളൂ. ഇവിടെ അമ്രിൻ്റെ ശേഷം റാ എഴുതിയിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാകാം. അമ്രിൻ്റെ ശേഷം വാവ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാകാതെ അമ്രാണ്. ഇബ്നു അംർ എന്ന് എഴുതൂല, അബ്ദുള്ള കൂട്ടി എഴുതുള്ളൂ. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അംരി എന്ന് വായിക്കണം. റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂൻ, അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി ബിയദി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിനെ തൊട്ടും അവൻ്റെ കൈനെ തൊട്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. കൈകൊണ്ടും നാവുകൊണ്ടാണ് സാധാരണഗതിയിൽ ശല്യം ഉണ്ടാക്കൽ, അതുകൊണ്ടാണത് പറഞ്ഞത്. ഇനി ആ മറ്റവയവങ്ങളെ കൊണ്ട് ശല്യപ്പെടുത്തിയാലും അത് ഉൾപ്പെടും എന്നും ഫസ്സീറുകൾ പറയുന്നുണ്ട്. വൽ മുഹാജിറു, യഥാർത്ഥ മുഹാജിർ ഹിജറ പോയവൻ, പലായനം ചെയ്തവൻ, മന്നൊരുത്തനാണ്, ഹജറമാൻ അല്ലാഹു അൻഹു, അല്ലാഹു ഏതൊരു കാര്യത്തിനെ തൊട്ട് ഇവന് വിലക്കിയോ അതിനെ തൊട്ടൊക്കെ വെടിഞ്ഞു നിന്നവനാണ്, ഉപേക്ഷിച്ച് നിന്നവനാണ് യഥാർത്ഥത്തിൽ പലായനം ചെയ്തവൻ. അള്ളാഹു വിലക്കിയതിനെ തൊട്ട് ഹിജറ പോയവനാണ് യഥാർത്ഥ മുഹാജിർ. ഹാദാ ലഫ്ദുൽ ബുഖാരി, ഇത് ബുഖാരിൻ്റെ ലഫ്ളാണ്. എന്നാൽ വലി മുസ്ലിമിനിക്കുണ്ട് അന്നഹു കാല, മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞു, ഇന്ന റജുലൻ സാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു റജുൽ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയോട് ചോദിച്ചു, നബിയെ അയ്യൽ മുസ്ലിമീന ഹൈറുൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഹൈറായതാരാണ്? കാലാപ്പ തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മില്ലിസാനിഹി വെദിഹി വൻ്റെ നാവിനെ തൊട്ടും കയ്യിനെ തൊട്ടും. ഇങ്ങനെയാണ് മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത്. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാവൂല, ഹത്താ അകൂന ഞാൻ ആകുന്നത് വരെ, അഹബ്ബ ഇലൈഹി അവനിലേക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, മിൻ വാലിദിഹി അവൻ്റെ മാതാപിതാക്കളെക്കാളും, വവുൽദിഹി അവൻ്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ സർവ്വജനങ്ങളെക്കാളും ഞാൻ അവനിലേക്ക് അഹബ്ബാവുന്നവരെ നിങ്ങൾ ഒരാൾ മുഅ്മിനാവൂല, അവൻ ഈമാൻ കാമിലാവൂല എന്നാണ് ചില മുഫസ്സിരീങ്ങൾ തഫ്സീർ ചെയ്തത്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകണമെങ്കിൽ തന്നെ മഹബത്തുള്ളാഹി ഷറത്താണ്, അതുകൊണ്ട് അഹബ്ബ അങ്ങനെ ആവണം, അങ്ങനെയൊക്കെ നേരെയാണ് തവ്വീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ, ഒരു 3 വിശേഷണം, മൻ കുന്ന ഫീഹി, മൻ വല്ലവരുത്തനും കുന്ന ഈ 3 വിശേഷണം ഉണ്ടായാൽ, ഫീഹി ഒരാളിലുണ്ടായാൽ, വജദ അവൻ എത്തിച്ചു, ബിഹിന്ന ആ 3 വിശേഷണം കാരണമായി, ഹലാവത്തുൽ ഈമാൻ ഈമാൻ്റെ മാധുര്യം എത്തിച്ചു. ഒരാൾക്ക് ഈമാൻ്റെ മാധുര്യം കിട്ടണമെങ്കിൽ ഈ 3 സ്വഭാവൻ്റെ കൽബ് കയറിയാൽ മതി. ഏതാണ് ആ 3 സ്വഭാവം എന്ന്? മൻ ഒരുത്തൻ്റെ സ്വഭാവമാണ്, കാനല്ലാഹു റസൂലുഹു അല്ലാഹും അള്ളാഹിൻ്റെ തിരുദൂതരുമായി, അഹബ്ബ ഇലൈഹി അവനിലേക്ക് ഇഷ്ടപ്പെട്ടതായി, മിമ്മാ സിവാഹുമാ അള്ളീം അള്ളാഹിൻ്റെ റസൂലുമല്ലാത്ത എല്ലാത്തിനേക്കാളും ഇവർ 2 പേരും അവനിലേക്ക് അഹബ്ബായി. രണ്ടാമത്തെ വമൻ ഒരുത്തൻ്റെ സ്വഭാവമാണ്, അഹബ്ബ അബ്ദൻ അവനൊരു
മറ്റൊരടിമയെ അവൻ പ്രേമിച്ചു ലാഹിബുഹു, ആ അടിമയോട് ഇവൻ ഹുബ് വെക്കുന്നില്ല, ഇല്ലാ ലില്ലാഹി, അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ, അള്ളാൻ്റെ വജുഹിന് വേണ്ടി, അള്ളാൻ്റെ മാർഗത്തിലായിട്ട് മറ്റൊരാളെ സ്നേഹിച്ചു. മാസാലി അള്ളാഹിന് ഒരുപാട് രൂപങ്ങളൊക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് ഉസ്താദുമാർ ശിഷ്യന്മാരോടും ശിഷ്യന്മാർക്ക് ഉസ്താദുമാരോടും ഈമാനിലേക്ക് ചേർത്ത് തന്നു എന്നതിൻ്റെ പേരിൽ മാതാപിതാക്കളോടും ഒക്കെ ഉണ്ടാകുന്ന ആ മഹബത്ത്, അതൊരു ഉദാഹരണം മാത്രം. അങ്ങനെയുള്ള അള്ളാൻ്റെ മാർഗത്തിലുള്ളതായ ഹുബ്. ഒമൻ ഒരുത്തൻ്റെ സ്വഭാവമാണ് യക്റഹു, അവൻ വെറുക്കും അയ്യൂദ ഫിൽ കുഫർ, കുഫറിലേക്ക് മടങ്ങലില്ല. ആദയൂദ് പറഞ്ഞ ഫീലിൻ്റെ വേക്കിൽ ഫീ കൊണ്ടാ മുത്താദ്ദിയാകുക. ആദ ഫിൽ കുഫരി എന്ന് പറഞ്ഞതിൻ്റെ കുഫറിലേക്ക് മടങ്ങി നിലൻ്റെ മാനാണ് വെക്കുക. അവിടെ പിന്നെ ഇസ്തിമാല് ഫീ ആണ്. അയ്യൂദ ഫിൽ കുഫരി, കുഫറിലേക്ക് അവൻ മടങ്ങലിനെ അവൻ വെറുക്കും. ബാദന്നങ്കദഹുല്ലാഹു തആല മിൻഹു, ആ കുഫറിനെ തൊട്ട് അള്ളാഹു രക്ഷിച്ചതിന് ശേഷം അതിന് പിറകിൽ ആ കുഫറിലേക്ക് മടങ്ങലിനെ അവൻ വെറുക്കും. ഏതുപോലെ വെറുക്കും? കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ, തീയിലേക്ക് ഇടപെടലിനെ അല്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടലിനെ അവൻ വെറുക്കും പോലെ വെറുക്കും. ഈ മൂന്ന് സ്വഭാവം ഒരാളുടെ കൽബിലുണ്ടായാൽ ഈമാൻ്റെ മാധുര്യം അവൻ എത്തിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫഖുൻ അലൈഹി. വാനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബി, മുത്തനബിൻ്റെ അമ്മാവുന്ന അബ്ബാസ് എന്നവരത്തൊട്ട് പോരട്ടെ, അബ്ദുൽ മുത്തലിബിൻ്റെ മോനായ അബ്ബാസ് എന്നവരത്തൊട്ട്, അന്നഹു കാല കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാക തുഅമൽ ഈമാനി, ഈമാൻ്റെ രുചിയെ രുചിച്ചറിഞ്ഞു. മൻ ഒരാൾ റളിയ ബില്ലാഹി, അള്ളാനെ കൊണ്ടവൻ പൊരുത്തപ്പെട്ടു, റബ്ബൻ അവൻ്റെ രക്ഷിതാവായി കൊണ്ട്, മറ്റൊരാൾ വേണ്ട, എന്നെ വളർത്തിക്കൊണ്ടുപോകാൻ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ റബ്ബ് മതി എന്ന് റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെട്ടു. ഒബിൽ ഇസ്ലാമി ദീനൻ, തൻ്റെ മതവിശ്വാസമായി കൊണ്ട് ഇസ്ലാം കൊണ്ട് പൊരുത്തപ്പെട്ടു. ഇനി മറ്റൊരു മതം എനിക്ക് വേണ്ട, എനിക്ക് കിട്ടിയ ഇത് ഇസ്ലാം തന്നെ മതി എന്ന് അതുകൊണ്ടും പൊരുത്തപ്പെട്ടു. ഒബി മുഹമ്മദിൻ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റസൂലായും കൊണ്ടും പൊരുത്തപ്പെട്ടു. ഇങ്ങനെയുള്ളവൻ ഈമാൻ്റെ തൊഴുമിനെ അവൻ രുചിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു കാല കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കുദറത്തിലാണോ, ഏതിലാണോ, അങ്ങനത്തെ അള്ളാഹുവാണേ സത്യം. ലാ യസ്മഉ ബി, എന്നെക്കുറിച്ച് കേൾക്കൂല, അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളും കേൾക്കൂല. അതായത് യഹൂദിയും വല നസറാനിയും ജൂതനോ ക്രിസ്ത്യാനിയോ ആരും കേൾക്കൂല. സുമ്മയമൂത്തു, പിന്നെ അവൻ മരിക്കും ചെയ്യൂല. എങ്ങനെ മരിക്കും? സുമ്മ യുമിൻ ബില്ലദി ഉർസിൽതു ബിഹി, എന്നെ ഏതൊരു നിയമവുമായി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടോ ആ നിയമം കൊണ്ട് അവൻ വിശ്വസിച്ചിട്ടില്ലാത്ത വിധം മരിക്കുക. ഇങ്ങനെയും ഉണ്ടാകൂല. ഇല്ലാ കാനമിൻ അസ്വാബിന്നാർ, അവൻ നരകക്കാരിൽ പെട്ടിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. വഅൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലഹും അജറാനി, അവർക്ക് ഡബിൾ കൂലിയാണ്, രണ്ട് കൂലിയുണ്ട്, ഇരട്ടി കൂലിയുണ്ട്. ഏതാണ് ആ മൂന്നാളുകൾ? റജുലൻ, ഒന്നാമത്തെ റജുലാൻ, മിൻ അഹ്ലി കിതാബൻ, മുൻകാലത്ത് കഴിഞ്ഞുപോയ തൗറാത്ത് ഇഞ്ചി പോലുള്ള കിതാബുകളുടെ അഹ്ലുകാരിൽപ്പെട്ടവനാണ്. എന്നിട്ട് ആമന ബിനബീഹി, അന്നത്തെ നബിനെ കൊണ്ടും അവൻ വിശ്വസിച്ചു. വാമന ബി മുഹമ്മദിൻ, ഈ മുഹമ്മദിനെ കൊണ്ടും അവൻ വിശ്വസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ട് കിതാബ് അനുസരിച്ച് അമൽ ചെയ്തവൻ. രണ്ടാമത്തെ വല്ല അബ്ദുൽ മംലൂക്ക്, ഒരടിമയാണ്. മംലൂക്ക് എന്നുള്ളത് അതിനെ സിഫത്ത് കാശിഫിയാണ്. അപ്പോൾ അബ്ദ് തന്നെയാണ് മംലൂക്ക്. മംലൂക്കായ അബ്ദ് ഇതാ അദ്ദ ഹക്കല്ലാഹി, അള്ളാൻ്റെ ഹക്കും അവൻ വീട്ടി, ഹക്ക മവാലിഹി, തൻ്റെ യജമാനന്മാരോടുള്ള ഹക്കും അവൻ വീട്ടി. മൂന്നാമത്തെ റജുലിൻ, ഒരു മനുഷ്യൻ, കാനത്ത് ഇൻദഹു അമത്തുന്നു, അവൻ്റെ അടുത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. യത്തൗഹ, അതിനവൻ സംയോഗം ചെയ്യാറുണ്ടായിരുന്നു. ഫഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ, അവൾക്ക് അത് പഠിപ്പിച്ചു, ആ തഅദീബ് മെച്ചമാക്കി മട്ടം പോലെ പഠിപ്പിച്ചും ചെയ്തു. വഅല്ലമഹ, അവൾക്ക് ദീനി നിയമങ്ങളൊക്കെ ശരിക്കും പഠിപ്പിച്ചു. ഫഅഹ്സന താലീമഹ, താലീം അത് ഇഹ്സാൻ ചെയ്തുകൊണ്ട് നന്നാക്കി പഠിപ്പിക്കുകയും ചെയ്തു. സുമ്മഅതഖഹ, എന്നിട്ട് അവളെ അവൻ ഇത്ക് ചൊല്ലിയിട്ട് ഫതസവ്വജഹ, എന്നിട്ട് അവളെ ഇണയാക്കി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഫലഹു അജ്റാനി, അവന് രണ്ട് അജ്റുണ്ട്. ആ അജ്റാനി ഏതാന്നുള്ള കാര്യത്തിൽ ധാരാളം തഫ്സീറുകളുണ്ട്. ഇതിൻ്റെ വക്കത്ത് നോക്കിയാൽ തന്നെ, സാധാ മിഷ്കാത്തിൻ്റെ വക്കത്ത് നോക്കിയാൽ തന്നെ കുറേ വിശദീകരണങ്ങൾ കിട്ടും. മുത്തഫഖുൻ അലൈഹി.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്വാബിഹി അജ്മഈൻ. وعن ابن عمر رضي الله عنهما أنه قال رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാത്തിലന്നാസ ജനങ്ങളോട് ഞാൻ സമരം ചെയ്യാൻ, ഹത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഷഹാദത്ത് അവർ ചെയ്യുന്നത് വരെ, വയുഖീമു സ്വലാത്ത നമസ്കാരം നിർവഹിക്കുന്നത് വരെയും, വയുത്തു സക്കാത്ത സക്കാത്ത് അവർ കൊടുത്തു വീട്ടുന്നത് വരെയും, ഫൈദ ഫഅലു ദാലിക ഈ മൂന്ന് കാര്യം ചെയ്താൽ, ഷഹാദത്ത്, സ്വലാത്ത്, സക്കാത്ത്, ഈ മൂന്നും അവർ ചെയ്തു കഴിഞ്ഞാൽ, അസമൂ മിന്നി എന്നിൽ നിന്ന് അവർ കാത്തു, ദിമാഅഹും അംവാലഹും അവരുടെ രക്തങ്ങളെയും അവരുടെ സമ്പത്തുക്കളെയും അവർ കാത്തു. ഇനി അവർ നമുക്കൊന്നും തടാൻ പറ്റൂല. നിസ്കരിക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഷഹാദത്ത്, ഈ മൂന്നും തയ്യാറായാൽ പിന്നെ അവരുടെ മേലെ നമ്മൾ വെളിവാകാൻ പറ്റൂല. ഇല്ലാ ബി ഹക്കുൽ ഇസ്ലാം, ഹക്കുൽ ഇസ്ലാമോടുകൂടെ അല്ലാതെ. ഇസ്ലാമിൽ ചില ഹക്ക് കടപ്പാടുകൾ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലേണ്ടതുണ്ടാവും, ചിലപ്പോൾ ഒന്നതിന് പകരം കൊല്ലേണ്ടതുണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട ചില കിസാസുകളും ഹദ്ദുകളൊക്കെ ഉണ്ടാകും. അതല്ലാതെ ഓരെ തൊട്ടു പോകാൻ പാടില്ല. ഹിസാബുഹും അലല്ലാഹ്, അവരുടെ ഹിസാബ് അള്ളാഹിൻ്റെ മേലിലാണ്. അവിടെ കൽബിലില്ലാതെ വെറുതെ ഒരു കലിമ ചൊല്ലി വെറുതെ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാണ് നിസ്കാരത്തിന് കോലം കാട്ടി നടക്കുകയാണോ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമല്ല. അത് മഹ്ശറിൽ ചെന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തിക്കോളും. നമുക്ക് പ്രത്യക്ഷം നോക്കിക്കാണ്ട് അവരെ മുസ്ലിമായി കണ്ടാൽ മതി. മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇല്ലാന്ന മുസ്ലിമൻ എന്നാൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ലം യദ്കുർ ഇല്ലാ ബി ഹഖിൽ ഇസ്ലാം, ഇല്ലാ ബി ഹഖിൽ ഇസ്ലാം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ബാക്കി മുഴുവൻ മുസ്ലിമിലുമുണ്ട്. വൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വല്ലാ സ്വലാത്തന നമ്മൾ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ, നമ്മൾ ഈ കാണിച്ച നിസ്കാരത്തിനോട് സമാനമായ നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ, വസ്തഖ്ബല ഖിബലതന നമ്മളുടെ കിബിലയെ അവർ കിബിലയാക്കുകയും ചെയ്താൽ, ഈ നിസ്കാരം എന്ന് പറഞ്ഞത് പിന്നെ വെറും കോലം കാട്ടാനും വയ്ക്കും. അതേ സ്ഥലത്ത് എല്ലാവർക്കും നിസ്കാരം ചെയ്യുമ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ കിബില അങ്ങനെയല്ല, അതെല്ലാവർക്കും അറിയും. നമ്മുടെ കിബിലയെ കിബിലയാക്കുകയും ചെയ്താൽ, വാക്കല ദബീഹത്തന നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്താൽ, ഫദാലിക്കൽ മുസ്ലിം അവനാണ് മുസ്ലിം, അല്ലദീ എന്ന യാതൊരുത്തനായ, ലഹു ദിമ്മത്തുല്ലാഹി ദിമ്മത്ത് റസൂലിഹി അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായ സംരക്ഷണവും കാവലും ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള മുസ്ലിമാണവൻ. ഫലാ തുഖ്ഫിറുല്ലാഹ അള്ളാഹുവിനോട് ചെയ്ത കരാർ നിങ്ങൾ പൊളിക്കരുത്, ഫി ദിമ്മത്തിഹി അവൻ്റെ ദിമ്മത്തിൽ അവൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റിട്ടുണ്ട്, അക്കാര്യത്തിൽ നിങ്ങൾ പൊളിച്ചു കളയരുത്. റവാഹുൽ ബുഖാരിയു. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അത്താ അഅറാബിയ്യുൻ അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബിയായ മനുഷ്യൻ, ഒരു ആദിവാസിയായ മനുഷ്യൻ മുത്തനബിൻ്റെ ഹദറത്തിൽ വന്നു. ഫഖാല അഅറാബിയായ മനുഷ്യൻ പറഞ്ഞു, ദുല്ലനി അല അമലിൻ ഒരു അമലിൻ്റെ മേലിൽ അവിടെ നിനക്ക് അറിയിച്ചു തരൂ നബിയെ. ഇതാ അമിൽ തുഹു, ഇതാ അമിൽ തുഹു എന്ന് പറഞ്ഞതും അതിന് ജവാബും കൂടുന്നത് അമലിന് സിഫത്ത. ഇതാ അമിൽ തുഹു അത് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ദഖൽത്തുൽ ജന്ന ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അങ്ങനെയുള്ളൊരു അമൽ എനിക്ക് അറിയിച്ചു തരൂ നബിയെ. കാലാപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു, തഅബ്ദുല്ലാഹ നീ അള്ളാഹ് ഇബാദത്തെടുക്കണം, ഫലാ തുശ്രികു ബിഹി ഷൈഅ അള്ളാഹുവിൻ്റെ തുല്യനായിട്ട് മറ്റു റബ്ബിനെ നീ വിശ്വസിക്കരുത്, അള്ളാഹു ഏകനാണ് എല്ലാ വിഷയത്തിലും എന്ന് നീ വിശ്വസിക്കണം. വതുഖീമുസ്വലാത്തൽ മക്തൂബത്ത ഫറലാക്കപ്പെട്ട 5 നിസ്കാരം നീ നിസ്കരിക്കുകയും, വതുഅദ്ദി സക്കാത്ത മഫ്റൂളത്ത ഫറലാക്കപ്പെട്ട സക്കാത്ത് നീ കൊടുത്തു വിട്ടുകയും ചെയ്യണം, വതസൂമു റമളാന റമളാനി നീ നോമ്പും നോൽക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കാല അഅറാബിയ മനുഷ്യൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി എൻ്റെ തടി ഏത് റബ്ബിൻ്റെ ഉടമയിലാണോ അങ്ങനത്തെ അള്ളാഹുവാണേ സത്യം, ലാ അസീദു അലാ ഹാദാ ഷൈഅ ഞാൻ ഇതിനേക്കുള്ള ഷെയ്നെയും ഏറ്റൂല്ല, വലാങ്കുസു മിന്നു ഇതിൽ ഞാൻ ചുരുക്കൂല്ല. 5-6 തഫ്സീർ ഈ കാര്യത്തിലുണ്ട്. ഒരു തഫ്സീറിൽ അസീദു അലാ ഹാദാ ഷൈഅൻ വലാങ്കുസു പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗോത്രത്തിലേക്ക് ഇനി പോയി പറഞ്ഞു കൊടുക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞതിനേക്കാൾ ഏറ്റൂല്ല ചുരുക്കൂല്ല എന്നാണ് ഒരു തഫ്സീർ. വേറെ തഫ്സീർ പറഞ്ഞത് ഞാൻ ഇതിനേക്കാൾ ഏറ്റൂല എന്ന് പറഞ്ഞാൽ ഇനി ചോദ്യം ഏറ്റൂല, ചോദ്യത്തിലേ ചോദിക്കാനുള്ളൂ, വാങ്കല അങ്കുസ് മിന്നു അത് ചുരുക്കൂല എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യണേ ഞാൻ ചുരുക്കൂല, ഞാൻ പറഞ്ഞ ശരിക്കും ചെയ്യുന്നേ ചെയ്യൂ. വേറെ തഫ്സീറുള്ളത് അങ്ങനെ തന്നെ, നബിതങ്ങളാ പറഞ്ഞു ഞാൻ ഏറ്റൂല്ല
ചുരുക്കൂല, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത്ര മതി, അയാളെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഇങ്ങനെ ഒരുപാട് തഫ്സീറുകളുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മിർക്കാത്ത് നോക്കിയാൽ വിശദമായിട്ട് കാണാം. ഫലമ്മാവല്ല, അങ്ങനെ ആ സ്വഹാബി തിരിഞ്ഞു പോയപ്പോൾ, അറാബിയായ സ്വഹാബി തിരിഞ്ഞു പോയപ്പോൾ, കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബി പറഞ്ഞു, മൻ സർറഹു, വല്ലൊരുത്തിനെയും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അയ്യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിൽപ്പെട്ട ഒരാളിലേക്ക് നോക്കൽ വല്ലൊരുത്തിനെയും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, ഫല്യൻദുർ ഇലാ ഹാദാ, ഈ ആറാബിലേക്ക് നോക്കിക്കൊള്ളട്ടെ. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, സുഫിയാൻ എന്നൊരു പറയാൻ, കുല്ലി, തങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, നബിയ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലായ നിലയിൽ, കൗലൻ ഒരു വാക്ക്, ലാസ് അലു അൻഹു, അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ല, ഹദൻ ഒരാളോടും, ബാധക്ക തങ്ങൾക്ക് പിറകെ, ഒഫി റിവായത്തിന് ഒയറക്കാന്നാണ്, തങ്ങളല്ലാതെ ഒരാളോടും ഇനി എനിക്ക് ചോദിക്കേണ്ടി വരില്ല. ഈ ഒയറക്കൻ്റെ മാനാക്ക് തന്നെയാണ് ബാധക്കും. തങ്ങൾക്ക് പിറകെ എന്ന് പറഞ്ഞാൽ ഇനി തങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഇനി അതിൻ്റെ പിന്നിൽ എനിക്ക് വേറെ ആൾ ചോദിക്കേണ്ടി ഗത വരില്ല. അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു തരൂ. കാലാപ്പോൾ തങ്ങൾ പറഞ്ഞു, നല്ലൊരു വാക്ക്, കുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. അള്ള വിശ്വസിക്കാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ ശരിക്കും അരക്കിട്ട് ഉറപ്പിച്ച് വിശ്വസിച്ചു എന്ന് നീ അങ്ങോട്ട് പറഞ്ഞിട്ട്, സുമ്മസ്തഖീം, ഈ സുമ്മൻ്റെ മായത്തൂഫലേഹി കുല്ലാണ്, അല്ല ആമൻതു അല്ല, സുമ്മസ്തഖീം, പിന്നെ നീ മുസ്തഖീമായി ജീവിച്ചോ, നേരെ ചൊവ്വയാണ് ജീവിച്ചോ. ആ ഇസ്തിഖാമത്തിൽ എല്ലാ ഇസ്തിഖാമത്തും പെട്ടു, കൗലിയ ഇസ്തിഖാമത്തും ഫീലിയ ഇസ്തിഖാമത്തും അതുപോലെ തന്നെ തൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഇസ്തിഖാമത്തും എല്ലാ ഇസ്തിഖാമത്തും പെട്ടു. നീ മുസ്തഖീമായിട്ട് ജീവിച്ചോ. റവാഹു മുസ്ലിം. വൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി അന്നഹു ഖാല, ത്വൽഹത്ത് റളിയല്ലാഹു റിപ്പോർട്ട്, അന്നഹു ഖാല, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, മിൻ അഹ്ലി നജ്ദിൻ, നജ്ദിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട. നജിദ് കാരണം മുകൾ ഭാഗം, തിഹാമ താഴ്ഭാഗം എന്ന അസ്ലിയമാനെങ്കിലും ഇവിടെ നജിദ് കാരണം നജിദ് നാട്ടിൻ്റെ പേരാണ്. നജിദ്കാരിൽപ്പെട്ട ഒരാൾ വന്നു, സായിറ റസി, മുടി പാറി പറന്ന് വരാൻ നിലയിൽ, മുടിയൊന്ന് ചീയി വെക്കായിട്ട് പൊടിപടലങ്ങളൊക്കെ പിന്നെ പാടി പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒന്നായിട്ട് പറന്നുകൊണ്ടൊരു മനുഷ്യൻ വന്നു. നസ്മവും ഞങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്, ദവ്യ സൗത്തിഹി, അദ്ദേഹത്തിൻ്റെ മൂളത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഊക്ക് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ വല നഫ്കവുമായ കൂലു, അയാൾ പറയണമെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതങ്ങനെയല്ല, അയാൾ പറയണത് ഒരു മൂളക്ക ശൈലിയിലാണ് പറയണത്. ദവ്യന മൂളക്കെന്നാണ്, തേനീച്ചൻ്റെ മൂളക്കം പോലെ മൂളക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൗരവമുള്ള മൂളക്കം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ എന്താ പറയണത്. അങ്ങനെ ഹത്താദനാമിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അടുത്തു. ഈ ധന എന്ന് പറഞ്ഞ ഫീലിൻ്റെയും അതിന് സർഫായി പോരുന്ന ഇസ്മിൻ്റെയൊക്കെ ശേഷം മിന്ന വരിക. ഈ മിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇലൻ്റെ മാനാക്കൈക്കാരം. ഹത്താ ധന മിൻ റസൂലില്ലാഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയിലേക്ക് അടുത്തു. ഫൈദ ഹുവ, അങ്ങനെ ആ സമയത്ത് അദ്ദേഹം യസ്അലു അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുന്നു. നബി എനിക്ക് ഇസ്ലാം എന്ന് പറഞ്ഞു തരണം എന്നർത്ഥം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസു സലവാത്തിൻ ഫിൽ യൗമി അല്ല, പകലുകളിലായിട്ട് ഇനി 5 തവണ നിസ്കരിക്കലാണ്. ഫക്കാല, തങ്ങൾ പറഞ്ഞു, ഹൽ അലിയ വൈറുഹുന്ന, ഈ 5 അല്ലാതെ വല്ല നിസ്കാരം ഇതിൻ്റെ മേലിൽ ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. കാല, തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഇല്ലാ തത്തവ്വ, ഇവിടെ 2 താകുന്നൊരു താവ്, തത്തവ്വ എന്നുണ്ടാവുക. മുതാരിയ ഫെയിലിൻ്റെ തലക്കൊരു 2 താവര് ചൂടിയാൽ അങ്ങനെ ഒരു താവിനെ കളയുന്നുണ്ടല്ലോ, ആ താവിപ്പെട്ടാണ്. ഇനി സുന്നത്തിൽക്കാണെങ്കിലോ ഇല്ലേ, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസിയാമു ഷഹ്രി റമളാൻ, റംളാൻ നോമ്പ് നോൽക്കലുമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കാല, അപ്പം തന്നെ തങ്ങൾ പറഞ്ഞു, ഇയാൾ ചോദിച്ചു, ഹല്ലലയ്യ വൈറുഹു, അല്ല നോമ്പ് കൊണ്ട് ഈ റംളാൻ നോമ്പല്ലാത്ത വല്ല നോമ്പുണ്ടോ? കാല ലാ, തങ്ങൾ പറഞ്ഞു, ഇല്ലല്ലല്ല, ഇല്ല തത്തവ്വ, ഇനി സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണ്. കാല, തങ്ങൾ പിന്നെയും പറഞ്ഞു, കാല റിപ്പോർട്ടർ പറയാണ്, ദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത, നബിതങ്ങളുടെ സഹാബിയോട് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. ഫക്കാല, അപ്പോൾ ഇയാൾ ചോദിച്ചു, ഹല്ലലയ്യ വൈറുഹ, തങ്ങൾ ഈ പറഞ്ഞ സക്കാത്തല്ലാത്ത മറ്റു വല്ല കൊടുക്കേണ്ട ബാധ്യത ഇനി നിർബന്ധമുള്ളത് എനിക്കുണ്ടോ എന്ന് ചോദിച്ചു. കാല, അപ്പോഴും തങ്ങൾ പറഞ്ഞു, ഇല്ലാത്ത തവ്വ, ഈ സ്വതക്ക് കൊടുക്കുകയാണെങ്കിലും ഇരിക്കെ, അല്ല സക്കാത്ത ഇങ്ങോട്ട് നിർബന്ധ ബാധ്യത ഇത്രയേ ഉള്ളൂ. കാല, റിപ്പോർട്ടർ പറയുന്നു, ഫാദ് ബററജുലു, അയാൾ പിന്തിരിഞ്ഞു പോയി. അയാളിത് കേട്ടിട്ട് അയാളെ പാട്ടിന് പോവുകയാണ്. ആ പോകുമ്പോൾ വഹുവയക്കൂലു, ഏത് വാവു ഹാലിയ, ഏത് സീൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു മിന്നു, ഇതിനേക്കാൾ ഞാൻ ഏറ്റുകയില്ല, ഇതിൽ നിന്ന് ഞാൻ ചുരുക്കുകയും ഇല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇത് കേട്ടപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു അഫ്ലഹർ റജുലു, അയാൾ വിജയിച്ചു, ഇൻ സദക്ക, അയാൾ സത്യം പറഞ്ഞുവെങ്കിൽ. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. وعن ابن عباس رضي الله عنهما أنه قال قال إن رفض عبد القيس, നിശ്ചയം അബ്ദുൽ ഖൈസിൻ്റെ സംഘം, ലമ്മ അതൗ, അവർ വന്നപ്പോൾ, അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവിടുന്ന് ചോദിച്ചു, മനിൽ ഖൗം ഔ മനിൽ വഫ്ദ്, മനിൽ കൗമ് എന്നാണോ മനിൽ വഫ്ദു എന്നാണോ ചോദിച്ചത് എന്നുള്ള കാര്യം സംശയമുണ്ട്. ഏതാണ് ഈ സംഘം അല്ലെങ്കിൽ ഏതാണ് ഈ കൂട്ടർ? ഖാലു റബിയ, ഞങ്ങൾ റബിയത്താണെന്ന് പറഞ്ഞു. ഖാല മർഹബൻ ബിൽ ഖൗം അല്ലെങ്കിൽ മർഹബൻ ബിൽ വഫ്ദ്, മംഗളം, ഖൗമിന് മംഗളം അല്ലെങ്കിൽ വഫ്ദിന് മംഗളം. വൈറ ഹസായ വലാനദാമ, നിങ്ങൾ ഒരിക്കലും ഹിസി ഉള്ളവരല്ലാത്ത നിലയിലും ഖേദമില്ലാത്തവരാ നിലയിൽ നിങ്ങൾ പ്രവേശിക്കാം, അഥവാ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെയും സസന്തോഷം ഇങ്ങോട്ട് പ്രവേശിക്കാം എന്നർത്ഥം. ഖാലു യാ റസൂലല്ലാ, അവർ പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാലാ നസ്തതിഉ അൻ നഅതിയക, തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ വരാൻ കഴിയില്ല, ഇല്ലാ ഫി ഷഹരിൽ ഹറാം, യുദ്ധം ഹറാമായ ഈ മാസങ്ങളിലല്ലാതെ. വബൈനനാ വബൈനക ഹാദൽ ഹയ്യ്, ഞങ്ങളുടെയും അവിടുത്തെയും ഹദറത്തിൽ ഇടയിൽ ഈ ഗോത്രക്കാരുണ്ടല്ലോ, അഥവാ ആരാണ് ആ ഗോത്രം? ഈ കുഫാരി മുളർ, കുഫാരിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുളർ എന്ന് പറയുന്ന ഈ ഗോത്രമുണ്ടല്ലോ, ആയതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇപ്പം യുദ്ധം ഹറാമായതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഫമുർന, അതുകൊണ്ട് തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കണം, ബി അംറിൻ ഫസ്ലിൻ, നല്ല വ്യക്തമായിരിക്കുന്ന ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന കുറേ കൽപ്പനകളെ കൊണ്ട് ഞങ്ങൾ കൽപ്പിക്കണം. യുഖ്ബിറു ബിഹി മൻ വറാഅന, ഞങ്ങളുടെ പിന്നിലുള്ള ആളുകളെക്കോട് ഞങ്ങൾ ആ വിഷയം പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളൊപ്പം വരാത്ത കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്, അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ദുഖുലു ബിഹിൽ ജന്ന, അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലും പ്രവേശിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെ വസാലുഹു, തങ്ങളോട് അവർ ആ കൂട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചു, അനിൽ അശ്രിബത്തി, മദ്യം, അവർ പലവിധം മദ്യങ്ങൾ കുടിക്കാറുണ്ട്, അക്കാലത്തും മദ്യപാനികളാണല്ലോ അവരുള്ളത്. ഞങ്ങൾ കുടിക്കുന്നതായ മദ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് തങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. ഫഅമറഹും ബി അർബഈൻ വനഹാഹും അൻ അർബഈൻ, അന്നത്തെ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 4 കാര്യം തങ്ങൾ അവരോട് കൽപ്പിച്ചു, 4 കാര്യത്തിനെ തൊട്ട് വിലക്കുകയും ചെയ്തു. അമറഹും ബിൽ ഈമാനി വല്ലാഹി വഹദ, ഏകനാ നിലയിലുള്ള അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ കൊണ്ട് അവരോട് കൽപ്പിച്ചു. കാല, ഇത് പറഞ്ഞ പാടുന്ന വിധങ്ങൾ അവരോട് ചോദിച്ചു, തദ്റൂന ബിൽ ഈമാനി ബില്ലാഹി വഹദ, നിങ്ങൾക്കറിയുമോ, അതദ്റൂന നിങ്ങൾക്കറിയുമോ, മൽ ഈമാൻ ബില്ലാഹി വഹദ, ഏകനാ നിലയിലുള്ള അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ എന്നുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയുമോ? കാലു അല്ലാഹു റസൂലുഹു അലം, സഹാബത്തിൻ്റെ സ്ഥിരം പതിവ് പോലെ അവരാ വാക്ക് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. ഖാല ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് പറഞ്ഞു കൊടുത്തു. വൈകാമി സലാത്തി, നിസ്കാര നിലനിർത്തൽ കൊണ്ടും കൽപ്പിച്ചു. വൈതായി സക്കാത്തി, സക്കാത്ത് കൊടുത്ത് വീട്ടിലും കൊണ്ടും കൽപ്പിച്ചു. വസൗമി സിയാമി റമളാൻ, റമളാൻ മാസം നോമ്പ് നൽകൽ കൊണ്ടും കൽപ്പിച്ചു. വൻ തഅതു, നിങ്ങൾ നൽകുകയും ചെയ്യണം കേട്ടോ. മിനൽ മഗ്നമി, ഗനീമത്ത് സ്വത്തിൽ നിന്നൽ ഹുംസ, 1/5 നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്നും കൽപ്പിച്ചു. വനഹാഹും അൻ അർബഈൻ, 4 കാര്യങ്ങളെ തൊട്ട് നബിതങ്ങൾ അവരോട് വിലക്കി. അനിൽ ഹൻതമി വദ്ദുബാഇ വന്നഖീരി വൽ മുസഫത്തി, അനിൽ ഹൻതമി, ബ്ടാവിനെ തൊട്ട്, അഥവാ ഈ അവർ കുഴച്ചുണ്ടാക്കിയതായിരിക്കുന്ന സാധനങ്ങളെ കൊണ്ട് മണ്ണ് പോലത്തോട് കുഴച്ചുണ്ടാക്കിയ വലിയ പാത്രം, ആ ഹന്തം, ബിടാവ് എന്നൊക്കെ പറയും പണ്ടത്തെ കാലത്ത്. വദ്ദുബായി, ചരങ്ങത്തൊണ്ടിനെ തൊട്ടും, വന്നഖീരി, മരത്തുമ്മ തുരന്നുണ്ടാക്കിയ പാത്രത്തിനെ തൊട്ടും, വൽ മുസഫത്തി, ടാറ് പൂശ പാത്രത്തിനെ തൊട്ടും. ഇതിനോട്ട് വിലക്കി എന്ന് പറഞ്ഞാൽ ഇതിൽ മുന്തിരിച്ചാറ് സൂക്ഷിച്ചു വെച്ച് ആണ്ടായിരുന്നു അവർ കള്ളുണ്ടാക്കിയിരുന്നത്. അല്ലാത്ത രീതിയിൽ കള്ള് സൂക്ഷിച്ച് വെച്ചങ്ങാണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചാറായിട്ട് നിൽക്കുള്ളൂ. ഈ നാലെണ്ണത്തിൽ ആയിരുന്നു അവരുടെ സ്വഭാവം. ഒരു
കള്ളാക്കാൻ വേണ്ടിയാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ചാൽ കള്ളായി മാറും, മുസ്കിറായി മാറും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുസ്കിർ കുടിക്കരുത് എന്നർത്ഥം. വക്കാല നബിതങ്ങൾ പറഞ്ഞു, ഇഹ്ഫളുഹുന്ന, ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി നിങ്ങൾ സ്വന്തം മനപാഠമാക്കി വെക്കുകയും വഹ്ബിറൂ ബിഹിന്നമൻ വറാഅക്കും, നിങ്ങൾക്ക് പിന്നിലുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. മുത്തഫഖുൻ അലൈഹി. ലഫ്ളുഹുൽ ബുഖാരി, ലഫ്ളു ബുഖാരിൻ്റെതാണ്. ഇതേ അർത്ഥമുള്ളതാണ് മുസ്ലിമിലുള്ളത്. وعن عبادة بن الصامت رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ പറഞ്ഞപ്പം വഹൗലഹു, വാവ് ഹാലിയാണ്. വഹൗലഹു, നബിതങ്ങളുടെ ചുറ്റുമുണ്ട്. ഇസാബത്തും മിൻ അസ്വാബിഹി, നബിതങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് കുറച്ചൊരു സംഘം നബിതങ്ങളുടെ ഹദറത്തിലുണ്ട്. എന്നിട്ട് നബിതങ്ങൾ അവരോട് പറയാണ്, ബായിഊനി, നിങ്ങൾ എന്നോട് ഉടമ്പടി തരൂ, കൈപിടിച്ച് വാക്ക് തരൂ. അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ, അള്ളാഹിനോട് നിങ്ങൾ ഒരു ഷൈഇനും പങ്കു ചേർക്കൂല. കൗലിലും ഫിഅലിലും ദാത്തിലും എല്ലാം അള്ളാഹു ഏകനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ നേരെ വിപരീതമാണ് ഷിർക്ക് എന്ന് പറഞ്ഞത്. വാജിബുൽ വജൂദാണെന്ന വിഷയത്തിലോ ഏതെങ്കിലും വിഷയത്തിൽ അള്ളാഹ്ക്ക് ശരീക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസമാണ്, ഫിഅലല്ല ഷിർക്ക് ആണത്. എങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ഷിർക്ക് നിങ്ങൾ വിശ്വസിക്കരുത്. വലാ തസ്രിഖൂ, നിങ്ങൾ മോഷ്ടിക്കൂല എന്നും, വലാ തസ്നു, വ്യഭിചരിക്കൂല എന്നും, വലാ തഖ്തുലൂ ഔലാദക്കും, മക്കളെ നിങ്ങൾ കൊല്ലൂല എന്നും, വലാ തഅ്തൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു, നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്ന കളവിനെ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യൂല. ബൈനൈദീക്കും വാർജുലിക്കും, നിങ്ങൾ കൈകളുടെയും കാലുകളുടെയും ഇടയിൽ നിന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കുന്ന പച്ചക്കളവുകളുണ്ടല്ലോ, അത് നിങ്ങൾ കൊണ്ടുവരൂല എന്ന് പറഞ്ഞാൽ കളവ് പറയൂല എന്നും, വലാ തഅസൂ ഫീ മഅറൂഫിൻ, ദീനിൽ അറിയപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ എതിര് ചെയ്യൂല. ഇതൊക്കെ നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ഫമൻ വഫാ മിൻകും, ആ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആൾ പൂർത്തിയാക്കിയാൽ ഫജ്റുഹു അലല്ലാഹ്, അതിന് അവന് കിട്ടുന്ന പ്രതിഫലം അള്ളാഹിൻ്റെ മേലിലാണ്, അള്ളാഹുവിന് പ്രതിഫലം കൊടുക്കും. വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ, പറ്റൂല എന്ന് പറഞ്ഞില്ലെന്നൊരു ഷൈന് ആരെങ്കിലും പറ്റിപ്പോയാൽ, എന്നിട്ട് ഫൗഖിബ ബിഹി ഫിദ്ദുന്യാ, ദുന്യാവിൽ വെച്ച് അതിൻ്റെ പകരം അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ, എറിഞ്ഞുകൊല്ലിക്കൊണ്ട് വിചാരം പറ്റിപ്പോയി, അവൻ എറിഞ്ഞു കൊല്ലപ്പെട്ടു, എന്നാൽ ഫഹുവ കഫാറത്തുൽ ലഹു, അത് അവന് പ്രായശ്ചിത്തമാണ്. വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ, ഈ തെറ്റിൽ നിന്ന് ഷൈഅൻ എത്തിച്ചു, സുമ്മ സതറഹുല്ലാഹ് അലൈഹി, അവൻ്റെ മേൽ അല്ലാഹു അത് മൂടി വെച്ചു, ആരും അറിഞ്ഞില്ല. അല്പം അവൻ എന്ത് ചെയ്തു, പിന്നെ ഒരു തെറ്റോ പറ്റിപ്പോയി, പക്ഷെ അതാരും അറിഞ്ഞില്ല. എന്നാൽ ഫഹുവ ഇലല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. അഥവാ ഇൻഷാ അഫാ അൻഹു, അള്ളാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ തൊട്ട് അള്ളാഹു അഫു ചെയ്തു കൊടുക്കും. വഇൻഷാ അഅഖബഹു, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കുകയും ചെയ്യും. ഇത് നിബിധങ്ങൾ പറഞ്ഞപ്പോൾ ഫബായനാഹു അലാ ദാലിക, നിബിധങ്ങളോട് ഇത്തരം കാര്യങ്ങളുടെ മേൽ ഞങ്ങളങ്ങ് ബൈഅത്ത് നടത്തി. മുത്തഫഖുൻ അലൈഹി. അൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അൽഹ ഔ ഫിത്രിൻ, ബലിപെരുന്നാളിനോ അല്ലെങ്കിൽ ചെറുപെരുന്നാളിനോ, രണ്ടാല് പെരുന്നാളിൻ്റെ ദിവസം നബിതങ്ങൾ പള്ളിയിലേക്ക് ഇലൽ മുസല്ലയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മർറാലൻ നിസാ, നബിതങ്ങൾ സ്ത്രീകളുടെ ചാരത്തിലൂടെ നടന്നു. ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, യാ മാശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്നി, നിശ്ചയം ഞാൻ, ഉരീത്തുകുന്ന, നിങ്ങളെ എനിക്ക് കാണിക്കപ്പെട്ടു, അക്സറ അഹ്ലിന്നാർ, അഹ്ലിന്നാറിൽ നിന്ന് അക്സറായിട്ട് നിങ്ങളെ കാണിക്കപ്പെട്ടു. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂൽ എന്തുകൊണ്ടാണ് അങ്ങനെ? കാല, നബിതങ്ങൾ പറഞ്ഞു, തുക്സിർനൽ ലഅന, നിങ്ങൾ ശപിക്കലിന് അധികരിപ്പിക്കും. ഒരു കാറ്റ് വീശിയാലും ലക്ഷണപ്പെട്ട കാറ്റ് നിങ്ങൾ പറയും എന്നർത്ഥം. ഏതൊരു കോഴി കൂവിയാലും അതിന് നിങ്ങൾ ശപിക്കും. മാത്രമല്ല തക്ഫുർനൽ അഷീറ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ നന്ദി കേട് ചെയ്യും. മാറഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, മിന്നാ കിസാത്തി അക്രിം ബദീനിൻ, ദീനും അക്കലും കുറഞ്ഞതായ സാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അത് ഹബലുബിർ റജുലിൽ ഹാസിമി, നല്ല മനക്കരുത്തുള്ള പുരുഷൻ്റെ ബുദ്ധിയെ പോക്കിക്കളയാൻ പ്രാപ്തരായ ബുദ്ധിയും ദീനും കുറഞ്ഞ ഒരു സംഘത്തെ ഞാൻ കണ്ടിട്ടില്ല. മിന്നഹിദാക്കുന്ന, നിങ്ങൾ ഇന്നൊരാളേക്കാൾ. കുൽന, അപ്പം ഞങ്ങൾ കുൽന, അപ്പം സ്ത്രീകൾ തിരിച്ചു ചോദിച്ചു, ഒമാൻ ഒഖ്സാൻ ദീനിന വ അക്ലിന യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ദൂതരെ, ഞങ്ങൾക്ക് ബുദ്ധിക്കും ദീനിനും കമ്മി എവിടെയാണ് പറ്റിപ്പോയത്? കാലാപ, തങ്ങൾ തിരിച്ചു ചോദിച്ചു, അലൈസ ഷഹാദത്തുൽ മർഅത്തി മിസ്ലു നിസ്ഫി ഷഹാദത്തി റജുലി, മിസ്ല നിസ്ഫി ഷഹാദത്തി റജുലി, ഒരു സ്ത്രീയുടെ ഷഹാദത്ത് പുരുഷൻ്റെ ഷഹാദത്തിൻ്റെ പകുതിയല്ലേ? കുൽന, അപ്പം സ്ത്രീകൾ പറഞ്ഞു, ബല, അതെ, അങ്ങനെയാണല്ലോ. വൈല്ലം യകൂന റജുലൈനി ഫറജുലും വംറഅത്താൻ,
സാക്ഷി കിട്ടാൻ രണ്ട് പെണ്ണ് ആണുങ്ങളെ കിട്ടാനില്ലെങ്കിൽ ഒരാണും രണ്ട് പെണ്ണും നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്ന് എല്ലാ ഫിഖിൻ്റെ അവരൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരാണ് ഒന്നുകിൽ രണ്ടാണ് സാക്ഷിക്കണം, അല്ലെങ്കിൽ 4 പെണ്ണ് സാക്ഷിക്കണം, അല്ലെങ്കിൽ ഒരാണ് 2 പെണ്ണ് സാക്ഷിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ നിയമമുള്ളത്. അപ്പോൾ ഒരാണിൻ്റെ പകുതിക്ക് പെണ്ണിൻ്റെ ബുദ്ധിയത്തുള്ളൂ. ഫദാലിക്കമിൻ നൊക്കുസാനി അഖിലിഹ, ഇതവളുടെ ബുദ്ധിയുടെ നൊക്കുസാനിൽപ്പെട്ടതാണ്. കാലാനബിതങ്ങൾ ചോദിച്ചു, അലൈസ ഇദാ ഹാദത്ത് ലം തുസല്ലി വലം തസും, ഒരു പെണ്ണിനിക്ക് അവൾക്ക് വൃത്തിയില്ലാത്തവളാകുമ്പോൾ അവർ നിസ്കാരവും ഉപേക്ഷിക്കലും നോമ്പ് ഉപേക്ഷിക്കലുമില്ലേ? കൊൽനബല, അപ്പോഴും സ്ത്രീകൾ പറഞ്ഞു അതെ. കാല, തങ്ങൾ പറഞ്ഞു ഫദാലിക്കമിൻ നുക്സാനി ദീനിഹാ, ദീനിൻ്റെ നുക്സാനിൽപ്പെട്ടതാണ്. മുത്തഫഖുൻ അലൈഹി. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى, അള്ള പറയുന്നുണ്ട്. ഇതിന് ഖുദ്സി ഹദീസ് എന്ന് പറയാം. അള്ള പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്ന ലമീറിന് പകരം മുത്തകലിമിൻ്റെ ലമീർ അള്ളാഹിനെ പറ്റി ഞാൻ എന്ന് പ്രയോഗിച്ചുകൊണ്ടുള്ള ഹദീസിനാണ് ഖുദ്സി ഹദീസ് അറിയാം. അള്ള പറയാണ്, കദ്ദബിനു ആദം, ആദമിൻ്റെ മകൻ എന്നെ കളവാക്കി, എന്നാൽ വലം യകുല്ലഹു ദാലിക, അതവൻ യോജിച്ചതായിരുന്നില്ല. വശതമനി, അവൻ എന്നെ ചീത്ത വിളിച്ചു, വലം യകുല്ലഹു ദാലിക, അതവൻ അനുയോജ്യമായിരുന്നില്ല. അമ്മാ തക്ദീബുഹു ഇയ്യായ, അവനെ കളവാക്കുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫഖൗലുഹു, അവൻ പറയലാണ് ലൻ യുഈദനി, ഞാൻ അവനെ മടക്കി പടക്കൂല എന്നവൻ പറയലാണ്. അള്ളാഹു എന്നെ മടക്കി പടക്കൂല എന്ന് പറയലാണ്. കമാ ബദാനി, എന്നെ അള്ളാഹ് മടക്കി പടച്ചതുപോലെ എന്നെ അള്ളാഹു മടക്കി പടക്കൂല എന്ന് അവൻ പറയുന്നുണ്ട്. ആ പറച്ചിലാണ്. എന്നിട്ട് അള്ള പറയാണ്, ലൈസ അവ്വലുൽ ഖൽഖി ബി അഹ്വന അലയ്യ മിൻ ഇആദതിഹി, ഒരാൾ ആദ്യം പടക്കുക എന്നത് മടക്കി പടക്കുന്നതിനേക്കാൾ എൻ്റെ മേൽ അഹ്വനൊന്നുമല്ല. ഓനിപ്പോൾ പടച്ചല്ലോ, അതിനിപ്പോൾ അതിന് എതിരൊന്നും പറയില്ല. എന്നിട്ടിപ്പോൾ മടക്കി പടക്കണേനാ പോനിപ്പോൾ ഒരു നടക്കുമല്ലോ എന്നുള്ള ബേജാറ്. അള്ള പറയാണ്, അള്ളാഹ്ക്കത് ഒന്നട അഹുവനൊന്നും അല്ല, രണ്ടും കണക്ക് തന്നെയാണ്. കും ഫയക്കൂൻ. വമ്മാശത്തുമുഹു ഇയായ, അവൻ എന്നെ ചീത്ത വിളിക്കാന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ കൗലുഹുവൻ പറയലാണ്, ഇത്തഹദല്ലാഹു വലദാ, അള്ളാഹു മക്കളെ ആക്കിയിട്ടുണ്ട് എന്ന് പറയലാണ്. വാനൽ അഹദു സമദ്, ഞാൻ അഹദാണ്, സമദാൻ, അന്യകനാണ്, നിരാശ്രയനാണ്. എല്ലാവർക്കും എന്നെ ആവശ്യമുണ്ട്, എനിക്ക് ആരെയും ആവശ്യമില്ല, അങ്ങനത്തവനാണ്. അല്ലതീ ലം വലിത്, ഞാൻ പ്രസവിക്കുകയോ വലം ഊലത്, എന്നെ പ്രസവിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് കുഫായിട്ട് സമമായിട്ട് ആരും തന്നെ ഇല്ല. വഫി റിവായത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ ഇങ്ങനെയുണ്ട്, വമ്മാശത്ത് മുഹു ഇയായ, അള്ള പറയാണ്, ഇബ്നു ആദം എന്നെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ കൗലുഹു, അവൻ പറയലാണ്, ലീ വലതുൻ, എനിക്ക് വലതുണ്ട് എന്ന് പറയലാണ്. വസുബ്ഹാനി, ഞാൻ പരിശുദ്ധനാണ് മക്കളുണ്ടാകലിനെ തൊട്ട്. അന്നത്തഹിദ സ്വാഹിബത്തൻ, ഞാൻ ഇണയെ ആക്കലിനെ തൊട്ടും ഔ വലത, മക്കളെ ആക്കലിനെ തൊട്ടും ഞാൻ പരിശുദ്ധനാണ്. റവാഹുൽ ബുഖാരി. വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലല്ലാഹു തആല, അള്ള പറയുന്നുണ്ട്, ഖുദ്സി ഹദീസ് തന്നെയാണിത്. അള്ള പറയാണ്, യുദീനി ഇബ്നു ആദം, ഇബ്നു ആദം എന്നെ വിഷമിക്കുന്നു, ഇടങ്ങേറാക്കുന്നു. വസുബ്ദഹറ, അഥവാ കാലത്തെ അവൻ ചീത്ത വിളിക്കുന്നു. വാനദ്ദഹുറു, ഞാനാണ് കാലം. ബിയദിയൽ അംറു, എല്ലാ കാര്യങ്ങളും എൻ്റെ കുദ്റത്തിനകത്താണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാൻ ലൈലും നഹാറും കറക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇനി അഖ്ലിബൂന്നും വായിക്കാം, കല്ലബ യഖ്ലിബൂന്നും കല്ലബ യുഖല്ലിബൂന്നും വായിക്കാം. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ലക്ഷണം കെട്ട കാലം, കാലത്തിൻ്റെ ദോഷം, കാലത്തിൻ്റെ കേട്, മോശപ്പെട്ട കാലം എന്ന് ആളുകൾ പറയും, വിനാദം പറയും. അങ്ങനെ പറയാൻ പാടില്ല. അള്ള പറയാണ്, കാലത്തെ അവർ ചീത്ത പറയും, കാലത്തിനൊരു കേടുമില്ല, കാലത്തിലുള്ള ആളുകൾക്കുള്ള കേടാണ്. അല്ലാതെ കാലത്തെ ഞാനിങ്ങനെ രാവും പകലും മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ. മുത്തഫഖുൻ അലൈഹി. وعن أبي موسى الأشعري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما أحد ഒരാളും തന്നെയല്ല അസ്ബറ അലാ അദൻ മാഹദുൻ അസ്ബറ അലാ അദൻ, ഒരാളും തന്നെ ഇടങ്ങേറിന് മേൽ ക്ഷമിക്കുന്നവനല്ല. എങ്ങനത്തെ അതയാണ്? യസ്മഉഹു, കേൾക്കുന്ന ഇടങ്ങേറിൽ ഏറ്റവും വലിയ ഇടങ്ങേറിൽ സഹിക്കുന്ന ഒരാളും തന്നെ ഇല്ല, ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല. അള്ളാഹിനേക്കാൾ. എന്താണ് ആ കേൾക്കേണ്ടി വരുന്ന ഇടങ്ങേറെന്നറിയോ? യദ്ഊന ലഹുൽ വലദ, അള്ളാഹ്ക്ക് അവർ കുട്ടിയെ വിളിക്കുന്നു. സുമ്മ യുആഫീഹിം, എന്നിട്ട് അള്ളാഹുർക്ക് അഫൂ ചെയ്യുന്നു, സാരില്ല എന്ന് വെക്കുന്നു. വെറുസുഖവും തിന്നാൻ കൊടുക്കുകയും ചെയ്യുന്നു.
അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് ഇല്ലാത്ത അള്ളാഹിനെ പറ്റി പറയുന്നു. എന്നിട്ട് അള്ളാഹ്ക്ക് അത് ആഫു ചെയ്യുകയും അവർക്ക് പിന്നെ അത് തിന്നാൻ കൊടുക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സബ്റിൻ്റെ ഊക്കാണ്. ഇത്ര സബ്റുള്ളവർ വേറെ ആരുമില്ല. മുത്തഫഖുൻ അലൈഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ മുആദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കുന്തു റിദ്ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ. ഞാൻ നബിതങ്ങളുടെ മേലൊരു കഴുതപ്പുറത്ത് നബിതങ്ങളുടെ പിന്നിലിരിക്കുന്ന ആളായിരുന്നു. ലൈസ ബൈനി വ ബൈനഹു, എൻ്റെയും അവിടത്തെയും ഇടയിലില്ല, ഇല്ല മുഅഖറത്തുറഹിലി, ആ കൂടാരത്തിൻ്റെ പിൻകുറ്റിയല്ലാതെ ഇല്ല. വാഹനപ്പുറത്തിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആൾ ചാരിയിരിക്കുന്ന സാധനത്തിന് മുഅഖറത്ത് എന്നറിയും. ആ പിൻകുറ്റിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കിടയിലില്ല. ഫഖാല, അവിടുന്ന് പറഞ്ഞു, യാ മുആദ്, മുആദേ, ഹൽ തദ്രി, നിനക്കറിയുമോ, മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി വ മാ ഹഖുൽ ഇബാദി അലല്ലാഹി, അള്ളാഹു അടിമകൾ ചെയ്തു കൊടുക്കേണ്ടതും അടിമകൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ടതുമുള്ള ബാധ്യത നിനക്കറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. കാല, അവിടുന്ന് പറഞ്ഞു, ഫൈൻ ഹഖല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിനിക്ക് അടിയാറുകൾ ചെയ്തു കൊടുക്കേണ്ട ഹക്ക് അൻ യഅ്ബുദൂഹു, അവർ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കലാണ്, വലാ യുശ്രികൂ ബിഹി ഷൈആ, അള്ളാഹ്ക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കലുമാണ്. ഹഖുൽ ഇബാദി അലല്ലാഹി, അടിയാറുകൾക്ക് അള്ളാഹു ഇങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ ഹക്ക് അല്ലാ യുഅദ്ദിബ മൻ യുശ്രികു ബിഹി ഷൈആ, അള്ളാഹുവിനിക്ക് ഒരു ഷൈയും പങ്കു ചേർക്കാത്ത മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതുമാണ്. ഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, അഫലാ ഉബശ്ശിറു ബിഹിൻ നാസ, എന്നാൽ അത് ഞാൻ ജനങ്ങൾക്കൊരു സന്തോഷ വാർത്തയാക്കി പറഞ്ഞു കൊടുത്തോട്ടെ. കാലാ, തങ്ങൾ പറഞ്ഞു, ലാ തുബശ്ശിറുഹും, ആ സന്തോഷ വാർത്ത അവർക്ക് നീ അറിയിക്കണ്ട. ഫയത്തക്കിലു, അവർ അതിൽമേൽ ചാരും, ഒരൈമനാണ് കൂടും, പിന്നെ ഇബാദത്ത് ഒഴിവാക്കിയിട്ട് യഥാർത്ഥം അവർ മനസ്സിലാക്കൂല. അവർ ശരിക്കും ഉൾക്കൊള്ളാതെ അതുമേൽ മാത്രം അത് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവർ ചിലപ്പോൾ വഴിവഴിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിമ ചാരണം കൊണ്ടേക്കും. ആയതുകൊണ്ട് അങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കണ്ട. മുത്തഫഖുൻ അലൈഹി. وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم ومعاذ رديفه على الرحل, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്ത് കൂടെ റദീഫായും കൊണ്ട് കൂടെ ഇരിക്കുന്ന ആളായും കൊണ്ട് മുആദും ഉണ്ടായിരിക്കെ, കാല പറഞ്ഞു, യാ മുആദ്, മുആദേ, കാല ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക്, അവിടത്തേക്ക് ഞാനിതാ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു, അവിടത്തേക്ക് ഇതാ വീണ്ടും വീണ്ടും ഞാൻ വിജയം നേരുന്നു. കാല, തങ്ങൾ വീണ്ടും പറഞ്ഞു, യാ മുആദ്, മുആദേ. കാല, മുആദ് റളിയല്ലാഹു പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക്. കാല യാ മുആദ്. കാല, അവിടുന്ന് മുആദ് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക് സലാസൻ. ഇങ്ങനെ 3 വട്ടം വിളിയും അതിന് ഉത്തരവും ഉണ്ടായി. ഇതൊരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നൊരു പണിയാണ്. ഒരു വിഷയം ആ കൽബിലേക്ക്, സാമീൻ്റെ കൽബിലേക്ക് എന്ന് പതിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കിൽപ്പെട്ടതാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സിദ്ഖൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദർ റസൂലുള്ളാഹി എന്ന സത്യത്തിനിക്ക് ഒരാൾ സിദ്ഖൻ മിൻ ഖൽബിഹി ആയിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ വിശ്വാസത്തോടു കൂടി ഒരാൾ ഷഹാദത്ത് ചൊല്ലിയാൽ അങ്ങനത്തെ ഒരു മനുഷ്യനും തന്നെ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു അവനെ നരകത്തിൻ്റെ മേൽ ഹറാമാക്കിയിട്ടല്ലാതെ. സിദ്ഖൻ മിൻ ഖൽബിഹി നമ്മുടെ കൽബിലുണ്ടോയെന്ന് നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം. സിദ്ഖൻ മിൻ ഖൽബിഹി ആയിട്ട് നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയാൻ വിഷമമൊന്നും ആർക്കുമില്ല. പക്ഷേ സിദ്ഖൻ മിൻ ഖൽബിഹി, ഒരു കലർപ്പുമില്ലാത്ത സാക്ഷാൽ സത്യസന്ധമായിരിക്കുന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഒരാളത് അതിലേക്ക് ഷഹാദത്ത് ഒരാളുണ്ട് എങ്കിൽ അള്ളാഹു അവനെ നരകത്തിന് മേൽ ഹറാമാക്കും. അപ്പോൾ എൻ്റെ അമലൊക്കെ അങ്ങനെ ആവും. കാല യാ റസൂലല്ലാഹ് അഫലാ ഉഖ്ബിറു ബിഹിന്നാസ, എന്നാൽ ഞാൻ ഇത് ജനങ്ങൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കട്ടെ, ഇതങ്ങ് നടന്ന് പറഞ്ഞോട്ടെ ഞാൻ ചോദിച്ചു. ഫസ്തബ്ശിറു, എന്നാൽ എല്ലാ ജനങ്ങൾക്കൊക്കെ സന്തോഷിക്കാമല്ലോ.
കാലാതങ്ങൾ പറഞ്ഞു, ഇതാ അങ്ങനെ നീ പറഞ്ഞു നടന്നാൽ എത്തക്കിലൂ ഓലെല്ലാവരും അതിൽമേൽ അങ്ങ് ചാരണം കൊള്ളും. അഖ്ബറ ബിഹാ മുആദ്, അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞു, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ദ മൗത്തിഹി, അവിടുന്ന് വഫാത്താകാൻ സമയത്ത്, തഅസ്സുമൻ, ഇൽമു മൂടിച്ചതിൻ്റെ കുറ്റത്തിൽ താൻ പെട്ടുപോകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി, ഇൽമു പൂഴ്ത്തിവെക്കാൻ പാടില്ല എന്നുണ്ട്, ആ കുറ്റം കിട്ടാതാക്കാൻ വേണ്ടിയിട്ട് വഫാത്തിനടുത്തപ്പം അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തു. തഫക്കുൻ അലൈഹി വൻ അബീ ദരിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബി ഹദറത്തിലേക്ക് ഞാൻ ചെന്നു. അപ്പോഴെന്താ സ്ഥിതി എന്നറിയോ? വാലൈഹി സൗബുൻ നബിയലു, തങ്ങളുടെ മേലൊരു വെള്ള വസ്ത്രമുണ്ട്. വഹുവനായിമുൻ, അവിടുന്ന് ഉറങ്ങുകയാണ്. സൊമ്മാത്തൈത്തുഹു, അവിടുത്തെ ഹദറത്തിലേക്ക് ഞാൻ വീണ്ടും ചെന്നു. വഖദ്സ്തൈഖള, ഇത് സ്ത്രീയിൽ അവിടുന്ന് ഉണർന്നിട്ടുണ്ട്. ഫകാല, തങ്ങൾ എന്നോട് പറഞ്ഞു, മാമിൻ അബിദിൻ കാല, പറയുന്നൊരടിമയും തന്നെയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് അല്ല മാത്രമേ ഉള്ളൂന്ന് പറയുന്ന ഒരാളും തന്നെയില്ല. സുമ്മമാതാലാദായിക്ക, എന്നിട്ട് അതിൻ്റെ മേലിൽ അങ്ങ് മരിക്കുകയും ചെയ്തു, അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ. കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, വൈൻ സന വൈൻ സറക്ക, ഇതിനു മുമ്പ് അയാൾ വ്യഭിചാരവും മോഷണമൊക്കെ നടത്തിയ ആളാണ്, എന്നാലും ശരി. കാല വൈൻ സന വൈൻ സറക്ക, ഓം സിനിയും മോഷണമൊക്കെ നടത്തിയ ആൾ, എന്നാലും ശരി. കുൽത്തു, ഞാൻ പിന്നെയും ചോദിച്ചു, വൈൻ സന വൈൻ സറക്ക. കാല അവിടുന്ന് വീണ്ടും പറഞ്ഞു, വൈൻ സന വൈൻ സറക്ക. കുൽത്തു, ഞാൻ മൂന്നാമതും ചോദിച്ചു, വൈൻ സന വൈൻ സറക്ക, അയാൾ വ്യഭിചാരവും മോഷണമൊക്കെ നടത്തിയ ആളാണെങ്കിലും. കാല തങ്ങൾ പറഞ്ഞു, വൈൻസന വൈൻസറക്ക അല റഗ്മി അംഫി അബീദരീൻ, അബൂദറിൻ്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, മോഷ്ടിച്ചാലും വ്യഭിചാരം ശരിയാലും ശരി, അള്ളാഹുവിനെ സുഹൃത്ത് കടത്തന്നെ ചെയ്യുന്ന. വക്കാന അബൂദരീൻ, അബൂദർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ ഹദ്ദസ ബിഹാദ, ഈ ഹദീസ് വിവരിക്കുന്ന സമയത്ത്, പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആയിരുന്നു, കാല പറയുന്നവരായിരുന്നു, ഒരു പത്രാസ് നില, ഫഹ്ർ നിലക്ക് പറയുമായിരുന്നു. നബിതങ്ങളുടെ വായിൽ നിന്ന് കിട്ടിയ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയണത് എന്നുള്ളതിൻ്റെ ആ പത്രാസ് വെളിവാക്കാൻ വേണ്ടിയിട്ട് പറയും, വൈൻ റഹിമ അംഫു അബീദരിൻ, അബൂദറിൻ്റെ മൂക്ക് മണ്ണിനോട് ചേർന്നാലും ശരി എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ വാക്ക്, അത് ശിഷ്യന്മാർക്ക് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊന്ന് ആ ഫഹ്റിന് വേണ്ടി എടുത്ത് പറയുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി. വൻ ഉബാദത്ത് ബിൻ സ്വാമിത്തി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഷഹിദ, ആരെങ്കിലും ഷാഹിദായാൽ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഈ സത്യവാക്യത്തിന് ആ വാക്യം ആരെങ്കിലും ഷഹാദത്ത് മൊഴിഞ്ഞാൽ, ഇന്ന കഴിഞ്ഞിട്ടില്ല, വ അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലു, നിശ്ചയം ഈസാ അലൈഹിസ്സലാം അള്ളാഹിൻ്റെ ദൂതരും റസൂലുമാണ് എന്നും, വബ്നു അമത്തിഹി വ കലിമത്തുഹു, അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ അമത്താതായിരിക്കുന്ന അടിമയായ മറിയം ബീവിൻ്റെ മോനാണ് എന്നും, വ കലിമത്തുഹു അൽക്കാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ കലിമത്താണ് എന്നും, റൂഹ മിൻഹു, അള്ളാഹിൻ്റെ കയ്യിൽ നിന്നുള്ള റൂഹാണ് എന്നും ഒരാൾ സത്യവാക്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ, വൽ ജന്നത്തു വന്നാറു ഹക്കും, സ്വർഗവും നരകവും അതും ഹക്കാണ് എന്ന് ഷാഹിദായി കഴിഞ്ഞാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഇതാണ് മൻ ഷഹിദാന്ന മന്നിൻ്റെ ജവാബ്. അലാമാക്കാന മിനൽ അമൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവനിൽ നിന്ന് സംഭവിച്ച എല്ലാത്തോടു കൂടെ തന്നെ, നന്മയും തിന്മയും കുറേയൊക്കെ ചെയ്തേക്കും, അതൊക്കെ ഉള്ളതോട് കൂടെ തന്നെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി. വൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ആസി എന്ന് വായിക്കരുത്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അതൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുസ്തനബി ഹദറത്തിൽ ചെന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യമീനക്, നബി അവിടുത്തെ ആ വലം കൈ ഇങ്ങോട്ട് പരത്തി തുറന്നു ഇങ്ങോട്ട് തരൂ നബിയെ. ഫൽ ഉബായിക്കാൻ, ഞാൻ തങ്ങളോട് ചില ഉടമ്പടികൾ നടത്തട്ടെ. ഇങ്ങോട്ട് കൈ ഇങ്ങോട്ട് കാട്ടിയാണേ, ഞാനിങ്ങനെ ചില ഉടമ്പടി നടത്തട്ടെ അവിടത്തോട്. ഇപ്പോൾ വസത്തെ മീനു, അവിടുത്തെ വലം കൈ ഇങ്ങോട്ട് നീട്ടി തന്നു, എൻ്റെ കയ്യിൽ മുമ്പിലോട്ട് നീട്ടി പരത്തി തന്നു. കവലത്ത് യതി, എൻ്റെ കൈ ഞാൻ അങ്ങ് പിടിച്ചു. കവലത്ത് യതി, എൻ്റെ കൈ ഞാൻ പിടിച്ചു. ഫക്കാല മാലക്കയ്യ അമ്രു, എന്താ അമ്രൻ എനിക്ക്? കുൽത്തു, ഞാൻ പറഞ്ഞു, അറത്തു അൻ അസ്തരിത്ത, ഞാൻ എൻ്റെ മേൽ ചില നിബന്ധന വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
കാലാപ്പ തങ്ങൾ പറഞ്ഞാണ് തെസ്തരിത്തുമാതാ. അങ്ങനെ ചിലപ്പോൾ ഇസ്തിഫാമിൻ്റെ അതാത്തിന് ചിലപ്പോൾ കലാമിൽ മുന്ത് അധികാരമുള്ളെങ്കിൽ ചിലപ്പോൾ മുന്തിക്കൊക്കെ ചെയ്യും. ഈ എന്താ ഷർത്ത് വെക്കുന്നത്? കൊൽത്തു, ഞാൻ പറഞ്ഞു, അയ്യഫിറലി, അല്ല എനിക്ക് പുറത്തരണം. അതാണ് എനിക്ക് കിട്ടുക. അത് ആ നിബന്ധനയാണ് എനിക്ക് അവിടുത്തെ കൈ പിടിച്ച് പറയാനുള്ളത്. അല്ല എനിക്ക് എന്ത് ചെയ്യണം? പുറത്തരണം എന്നാണ്. കാലാപ്പ തങ്ങൾ പറഞ്ഞു, അമ അലിം തയ അമ്രു, അമ്രെ എനിക്കറിയില്ലടോ, അന്നൽ ഇസ്ലാം യഹ്ദിമുമാക്കാന കബുലഹു, ഒരാൾ കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞത് അവൻ്റെ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ പൊറുപ്പിക്കുന്നതാണ് എന്നും, വാനൽ ഹിജറത്തെ ദഹദിമുമാക്കാന കബുലഹ, ഹിജറ പോകുക എന്നത്, പലായനം ചെയ്യുക എന്നത് ദീനിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും നല്ല നീയത്തിലൊരാൾ സ്വന്തം നാടിൽ നിന്ന് ദീനിന് കാക്കാൻ വേണ്ടി പലായനം ചെയ്യൽ തെഹദിമുമാക്കാന കബലഹ, അതിൻ്റെ മുമ്പ് കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുമെന്നും പൊളിച്ചു കളയുമെന്നും, വാനൽ ഹജ്ജ യഹ്ദിമുമാക്കാന കബലഹു, മഖബൂലും മബ്റൂറുമായ ഹജ്ജ് അതിന് മുമ്പ് വറ്റിപ്പോയ തെറ്റുകളൊക്കെ പൊളിച്ചു കളയുമെന്നും നിനക്കറിയൂലേ അമ്രേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. മസാബീഹിൽ ഇവിടെ ഇത് മിഷ്കാത്താക്കി മാറ്റുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഈ ബാബലി ഒന്നാമത്തെ ഫസിൽ 2 ഹദീസ് ഉണ്ടായിരുന്നു. ഏത്? വൽ ഹദീസാനിൽ മർവിയാൻ അബി ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് മസാബിയിലുണ്ടായിരുന്ന 2 ഹദീസുകൾ. എന്താണ് ആ 2 ഹദീസിൻ്റെ തുടക്കം എങ്ങനെയാണ്? അന്നഹു കാല കാലല്ലാഹു താല, അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, അല്ല പറയുന്നുണ്ട്, അന അഗ്ന ശുറക്ക എനിഷിർക്കി എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒന്നാം ഹദീസും, വല്ലാഹ്റു മറ്റേ ഹദീസ് അല്ല പറയുന്നുണ്ട്, അൽ കിബ്രിയാഉ രിദായി എന്നല്ല പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഖുദ്സി ഹദീസുകളിലായിരുന്നു. ആ ഹദീസുകൾ സനദ്കുറുഹുമ, ആ 2 ഹദീസിനെയും ഞാൻ പറയും, ഫി ബാബിൽ റിയാഇ വൽ കിബർ, റിയാഇൻ്റെ ബാബിലും കിബറിൻ്റെ ബാബിലും പറയും ഇൻഷാ അല്ലാഹ്, അവിടെ പറയും. അതല്ലാതെ നമ്മൾ ഈ കിതാബിന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഖവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് ഞാൻ എൻ്റെ ഈ മിഷ്കാത്താക്കി മാറ്റി വിട്ടുപോയിട്ടില്ല. അത് ഞാൻ പറയുന്നുണ്ട്, ഈ ബാബിലല്ല, റിയായിൻ്റെ കിബറിൻ്റെ ബാബിൽ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്വാബിഹി അജ്മഈൻ. അൽ-ഫസ്ലു സാനി അൻ മുആദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, അഖ്ബിർനി ബി അമലിൻ, അവിടുന്ന് എനിക്കൊരു അമൽ പറഞ്ഞു തരൂ, യുദ്ഖിലുനിൽ ജന്ന, ആ അമൽ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, അങ്ങനെയുള്ള യുബായിദുനി മിനന്നാർ, നരകത്തിനെ തൊട്ടെന്നെ വിദൂരത്താക്കുകയും ചെയ്യും, അങ്ങനെയുള്ളൊരു അമൽ എനിക്ക് പറഞ്ഞു തരൂ നബിയെ. കാലാപ്പ തങ്ങൾ പറഞ്ഞു, ലഖദ് സഅൽതാൻ അംരിൻ അലീമിൻ, ഒരു വണ്ണമായ ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ചാണ് നീ ചോദിച്ചത്. എന്നാൽ വഇന്നഹു ലയസീറുൻ, എന്നാൽ അത് വളരെ ലളിതമാണ്, സിമ്പിളാണ്. അലാമൻ യസ്റഹുല്ലാഹു തആല അലൈഹി, അല്ലാഹു തആല ആരുടെ എളുപ്പമാക്കി കൊടുത്തു, അങ്ങനത്തെ ഒരാളുടെ മേൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നീ അള്ളാഹുവിനിക്ക് ഇബാദത്തെടുക്കുക, അള്ളാഹുവിനോട് ഒരു വസ്തുവിനെ നീ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. വതുഖീമുസ്സലാത്ത വതുഉതി സകാത്ത, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. വതസൂമു റമളാന വതഹജ്ജുൽ ബൈത്ത, നീ റമളാനിൽ നോമ്പ് നോൽക്കുകയും കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സുമ്മകാല, തങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അല അതുല്ലുക അലാ അബ്വാബിൽ ഖൈർ, ഖൈറിൻ്റെ കവാടങ്ങളുടെ മേൽ ഞാൻ എനിക്ക് അറിയിക്കട്ടെയോ മുആദേ. എന്നിട്ട് തങ്ങൾ തന്നെ പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് എന്നത് നരകത്തിനെ തൊട്ട് ഒരു മറയാണ്, എല്ലാ ദുഷിച്ച ആഗ്രഹങ്ങളെ തൊട്ടും ഒരു മറയാണ്. സ്വതക്കത്ത് തുതുഫിയുൽ ഖതീഅത, സ്വതക്ക എന്നത് പാപങ്ങളെ അത് കെടുത്തിക്കളയും. കമാ യുത്തുഫിയുൽ മാ ഉന്നാറ, വെള്ളം തീയിനെ കെടുത്തിക്കളയും പോലെ കെടുത്തിക്കളയുന്നതാണ്. സ്വലാത്തുൽ ലൈലി ഫീ ജൗഫിൽ സ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉൾഭാഗത്ത് അർദ്ധരാത്രി സമയത്ത് ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കലുമാണ് എന്ന് പറഞ്ഞിട്ട് സുമ്മതല, പിന്നെ തങ്ങളൊരായത്തോതി, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, എന്നിട്ടിങ്ങനെ പോയിട്ട് ഏതുവരെ എത്താ ബലഗ, തങ്ങളെത്തി, യഅമലൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്നുള്ള യഅമലൂൻ വരെ അങ്ങോട്ട് ഓതി.
എന്താണ് ആയത്തിൽ പറയുന്നത്? സ്വർഗ്ഗക്കാരെ പറ്റി അള്ളാഹ് പറയാണ്, തതജാഫ ജുനൂബുഹും, അവരുടെ ഭാഗങ്ങൾ ഇങ്ങോട്ട് അകലും, അകത്തിയിട്ടല്ല തന്നെത്താൻ അങ്ങോട്ട് അകലും, അനിൽ മളാജിഇ, അവർ കിടക്കുന്ന സ്ഥലങ്ങളെ തൊട്ട്, ഖൗഫൻ വ തമഅ, നരകത്തെ പേടിച്ചതുകൊണ്ടും സ്വർഗത്തിലേക്കുള്ള ആഗ്രഹവും കാരണമായിട്ട് പൊങ്ങും എന്നർത്ഥം വരുന്ന തുടങ്ങുന്ന ആയത്താണ് ഓതിക്കൊടുത്തു. സുമ്മകാല, പിന്നെ തങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് പറയാണ്, അല അതുല്ലുക, മുആദേ ഞാൻ ഇങ്ങനെ എനിക്ക് അറിയിക്കട്ടെയോ, ബിർഇസിൽ അംരി, കാര്യത്തിൻ്റെ തല കൊണ്ടറിയിക്കട്ടെയോ, വഅമൂദിഹി, അതിൻ്റെ തൂണുകൊണ്ടും, വദിർവതി സിനാമി, അതിൻ്റെ പൂഞ്ഞയുടെ ഉയർന്ന സ്ഥലം കൊണ്ടും അറിയിക്കട്ടെയോ. ഒട്ടകത്തിൻ്റെയൊക്കെയും കാളകളുടെയൊക്കെ വേത്തുണ്ടാകുന്ന ഉയർന്ന ഭാഗത്തിനാണ് സിനാം എന്ന് പറയുക. പൂഞ്ഞാന്ന് പറയും അതിൻ്റെ ആ ദിർവത്ത്, അതിൻ്റെ മൂർധാവ് അറിയിക്കട്ടെയോ, അതായത് ഫുള്ള് എല്ലാത്തിൻ്റെയും അടിത്തറ അറിയിക്കട്ടെ. കൊൽത്തു, ഞാൻ പറഞ്ഞു, ബല യാ റസൂലല്ലാ, അതെ അള്ളാൻ്റെ റസൂലെ എനിക്കന്ന് അറിയിച്ചു തരണം. കാല, തങ്ങൾ പറഞ്ഞു, റസുല്ലംബി, കാര്യങ്ങളുടെ തല, അതൽ ഇസ്ലാമോ, ഇസ്ലാമാണ്, വഅമൂദുഹു, അതിൻ്റെ തൂണ്, ദീനിനെ പിടിച്ചു നിർത്തുന്ന തൂണ്, അസ്സലാത്തു, നിസ്കാരമാണ്, വദിർവത്ത് സിനാമി, അതിൻ്റെ പൂഞ്ഞയുടെ ഉയർന്ന ഭാഗം, അതൽ ജിഹാദു, ജിഹാദാണ്, ധർമ്മസമരമാണ്. സുമ്മക്കാല, പിന്നെ തങ്ങൾ വീണ്ടും ചോദിക്കുന്നു മുആദിനോട്, മുആദേ അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലിഹി, പറഞ്ഞ എല്ലാത്തിൻ്റെയും ഞാരായ കുറ്റി ഞാൻ എനിക്ക് അറിയിക്കട്ടെയോ. എല്ലാത്തിൻ്റെയും കൊണ്ടുപോയിട്ട് കൊളത്തന, അതിനാണ് മിലാക്ക് കയറാൻ. പഴയ ഉസ്താമാർ വെക്കുന്ന മാനാണ് ഞാരായ കുറ്റി. പണ്ടുണ്ടായാൽ കൗക്കോൽ എല്ലാവരും ഒരു സാധനം കൊണ്ടുപോയി കൊളത്തും, അതിന് മിലാക്ക് എന്ന് പറയും. എന്നാൽ അതിൽ ഇത് ഈ എല്ലാം കൂടി ഒരു സംഗതി കൊണ്ടുപോയി കൊളത്തിയിട്ടുണ്ടെന്ന് അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. കുല്ലിഹി, എല്ലാത്തിൻ്റെയും. കുൽത്തുബലായ നബി അള്ളാൻ്റെ ദൂതരെ എന്നോട് ചോദിച്ചു തരണം. ഫഹദ ബിലിസാനിഹി, തങ്ങളുടെ നാവുമ്മൽ നിന്ന് പിടിച്ചു. എന്നിട്ട് ഫകാല, തങ്ങൾ പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ കാണുന്ന അവയവൻ നിൻ്റെ മേൽ നീ തടഞ്ഞു വെക്കണം. കുൽത്തു, അവൻ ചോദിച്ചു, യാ നബി അള്ളാൻ്റെ നബിയവ, ഇന്നാല മുആഖദുന, നിശ്ചയം നമ്മൾ പിടിച്ചു ശിക്ഷിക്കപ്പെടുന്നവരാണോ, ബിമാനത്ത കല്ലമു ബിഹി, നമ്മൾ മിണ്ടിപ്പോകുന്നത് കൊണ്ടും. കാല, തങ്ങൾ പറഞ്ഞു, സകിലത്ത് ഉമ്മക്ക യാ മുആദ്, മുആദേ നിൻ്റെ ഉമ്മ മരിച്ച വിവരം എനിക്ക് കിട്ടട്ടടാ. സ്നേഹത്തോടെ ചീത്ത വിളിക്കുന്നൊരു വാക്കാണത്. നമ്മൾ മലയാളികൾ പണ്ടാറ എന്നൊക്കെ തമാശക്ക് വിളിക്കുന്ന മാതിരി സ്നേഹത്തോടു കൂടി അറബിയിൽ വിളിക്കുന്നൊരു ഒരു വാക്കാണ്. സകിലത്ത് ഉമ്മുക യാ മുആദ്, മുആദേ നിൻ്റെ ഉമ്മ മരിച്ച വിവരം എനിക്ക് കിട്ടട്ടടാ. വഹൽ യകുബുന്നാസ, അല്ലെങ്കിൽ യുകിബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം, ജനങ്ങളുടെ അവിടെ മുഖങ്ങളുടെ മേൽ നരകത്തിലേക്ക് തള്ളി വീഴ്ത്തുമോ, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞത് ഔ അലാ മനാഹിരിഹിം, അവരുടെ മൂക്കിൻ്റെ മേലിൽ ജനങ്ങളെ നരകത്തിലേക്ക് തള്ളി വീഴ്ത്തുമോ, ഇല്ല ഹസാ ഇദു അൽസനത്തിഹിം, ഇതാണ് യുക്കിബുവിൻ്റെ അല്ലെ യക്കുബുവിൻ്റെ ഫായിൽ, ഇല്ല ഹസാ ഇദു അൽസനത്തിഹിം, അവിടെ നാവുകൾ കൊയ്തുണ്ടാക്കിയ തെറ്റുകളല്ലാതെ. റവാഹു അഹ്മദ് വതുർമുദി വഇബ്നു മാജ. وعن أبي أمامة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من أحب لله وأبغض لله وأعطى لله ومنع لله, ഒരാൾ പ്രേമിച്ചു അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്കും വേണ്ടി, ഒരാൾ ദേഷ്യം വെച്ചു അള്ളാഹ്ക്കും വേണ്ടി, ഒരാൾ നൽകി അള്ളാഹ്ക്കും വേണ്ടി, ഒരാൾ മുടക്കി അള്ളാഹ്ക്കും വേണ്ടി, ഇങ്ങനെ വല്ലവനും ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനെ പൂർണ്ണമാക്കി. റവാഹു അബൂ ദാവൂദ റവാഹു തുർമുദി വൻ മുആദ് ബിൻ അനസിൻ, മുആദ് ബിൻ അനസ് റളിയല്ലാഹു തൊട്ടാണ് ഇതേ ഹദീസിനെ തുർമുദ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അബൂമാമയെ തൊട്ടാണ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തത്. തഖ്ദീമി തഖീർ, എന്നാൽ അത് തന്നെ ഒരു തഖ്ദീം തഖീറോട് കൂടെയാണ് മുആദ് റളിയല്ലാഹു തുർമുദ് റിപ്പോർട്ട് ചെയ്തത്. വഫീഹി, ആ ഹദീസിൽ ഇങ്ങനെ കാണാം, ഫഖദ് ഇസ്തക്മല ഈമാനഹു, അവൻ്റെ ഈമാനെ പൂർണ്ണമാക്കി എന്നാണ് ആ റിവായത്തിലുള്ളത്. ചെറിയ മാറ്റമുള്ളൂ. വൻ അബീ ദർദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ അഅമാൽ, അമലിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രേമിക്കലും അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദേഷ്യം വെക്കലുമാണ്. റവാഹു അബൂ ദാവൂദ. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു, യഥാർത്ഥ മുസൽമാൻ, മൻ ഒരുത്തനാൻ സലിമൽ മുസ്ലിമൂന, മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മിൻ ലിസാനിഹി, വേദിഹി, ഇവൻ്റെ നാവിനെ തൊട്ടും ഇവൻ്റെ കയ്യിനെ തൊട്ടും, വൽ മുഅ്മിനു, യഥാർത്ഥ സത്യവിശ്വാസി, മിൻ ഒരുത്തനാണ് അമിനഹുന്നാസു, ജനങ്ങൾ അവനെ നിർഭയമായി, അലാ ദിമാഇഹിം വഅംവാലിഹിം, അവരവരുടെ രക്തങ്ങളുടെ മേലും സമ്പത്തുക്കളുടെ മേലും ജനങ്ങൾക്ക് മുഴുവനും ഇവനെ നിർഭയമാണ്, ജനങ്ങൾക്കൊക്കെ ധൈര്യമാണ്, നമ്മളെ രക്തം ചിന്തൂല, നമ്മളെ മുതലുവൻ പിടിക്കൂല എന്ന്. അങ്ങനത്തെ ഒരുത്തനാണ് യഥാർത്ഥ സത്യവിശ്വാസി. റവാഹു തുർമുദിയോ അന്നസായിയോ. വസാദുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ, ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ബിരിവാദി ഫലാലത്ത് റളിയല്ലാഹുവിൻ്റെ റിവായത്ത് കൊണ്ട് എന്താണ് വൽ മുജാഹിദു യഥാർത്ഥ മുജാഹിദ് ജിഹാദ് ചെയ്യുന്നവൻ മൻ ഒരുത്തനാണ് ജാഹദ നഫ്സഹു സ്വന്തം തടിക്കെതിരെ അവൻ യുദ്ധം ചെയ്തു ഫി ദാഅത്തില്ലാഹി അല്ലാഹ്ക്ക് താഅത്ത് ചെയ്യുന്നതിലായിട്ട് അള്ളാഹ്ക്കനുസരിക്കുന്നതിൽ സ്വന്തം തടിയെ മെരുക്കി കൊണ്ടുവന്നോ സ്വന്തം ശരീരയോട് യുദ്ധം ചെയ്തുകാണ്ട് അവനാണ് യഥാർത്ഥ മുജാഹിദ്. വൽ മുഹാജിറു യഥാർത്ഥ മുഹാജിർ ഹിജറ പോയവൻ യഥാർത്ഥ പലായനക്കാരൻ മന്നൊരുത്തനാണ് ഹജറൽ ഖതായ വദ്ദുനൂബ് എല്ലാ ചെറുദോഷവും എല്ലാ വൻദോഷവും വെടിഞ്ഞു അങ്ങനത്തവനാണ് യഥാർത്ഥ മുഹാജിർ. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖല്ലമാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഞങ്ങളോട് പ്രസംഗിക്കൽ തന്നെ കുറവാണ് ഇല്ലാ കാല തങ്ങൾ പറഞ്ഞിട്ടല്ലാതെ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു ലാ ഈമാന പൂർണ്ണ ഈമാനില്ല ലിമൻ ഒരുത്തനിക്ക് ലാ അമാനത ലഹു അവൻ്റെ കാര്യത്തിൽ മറ്റവർക്ക് അമാനത്തില്ല മറ്റുള്ളവർക്ക് ഇവൻ്റെ കാര്യത്തിൽ നമ്മളെ മുതൽ പിടിക്കോ സമ്പത്ത് ചിന്തോ മാനം കെടുത്തോ എന്ന് എന്തില്ല ഒരു ധൈര്യം മറ്റുള്ള ജനങ്ങൾക്ക് ഇവൻ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഇവൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അമാനത്തില്ല എങ്കിൽ അവനിക്ക് ഈമാൻ കാമിലായിട്ടില്ല. വലാ ദീനില്ല ലിമൻ ഒരുത്തനിക്കില്ല അഹദലഹു അവനിക്ക് കരാറില്ല ചെയ്ത് കരാറ് പൂർത്തിയാക്കൂല അങ്ങനത്തെ അവനിക്ക് ദീനുമില്ല. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഫസ്ലു സാലിസു അൻ ഉബാദത ബിൻ സ്വാമിത്തി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയാം, മൻ ആരെങ്കിലും ഷഹീദ സാക്ഷ്യം വഹിച്ചാൽ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്നും ആരെങ്കിലും ഷഹാദത്ത് നടത്തിയാൽ ഹറമല്ലാഹു അലൈഹിന്നാർ അള്ളാഹു അതിൻ്റെ മേലിൽ ശാശ്വതമായ നരകം നിഷിദ്ധമാക്കി. ഈമാനോടെ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കാലത്തും സ്വർഗ്ഗത്ത് കടത്തന്നെ ചെയ്യും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ തീർന്നാൽ. റവാഹു മുസ്ലിം. വൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത്ത ആരെങ്കിലും മരിച്ചാൽ വഹുവ യഅലമു യർസിൽ അവൻ ഉറപ്പിച്ചവനാൻ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിശ്ചയം കാര്യം അല്ലാഹു അല്ലാതെ ഇലാഹില്ല ഇത് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് മരിച്ചാൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. റവാഹു മുസ്ലിം. ഖൽബിൽ ഈമാണ്ടായി മരിച്ചാൽ എന്തായാലും സ്വർഗത്തിൽ കടക്കും. വൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിന്താനി മൂജിബത്താനി എന്ന് പറഞ്ഞു തങ്ങളൊരിക്കൽ രണ്ട് കാര്യം നിർബന്ധിക്കുന്ന കാതനാണ്. ഖാല റജുലുൻ അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ തിരുദൂതരേ മൽ മൂജിബത്താനി ആ രണ്ട് നിർബന്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മറ്റൊന്നിനെ നിർബന്ധമാക്കുന്ന രണ്ട് കാര്യം? ഖാല അവിടുന്ന് പറഞ്ഞു, മൻമാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ആരെങ്കിലും അള്ളാഹുവിനോട് ഒന്നും പങ്കു ചേർക്കാതെ വിശ്വസിക്കാതെ മരിച്ചാൽ ദഖലൻ മുശ്രിക്കായിട്ട് ആരെങ്കിലും മരിച്ചാൽ ദഖലന്നാറ അവൻ നരകത്തിൽ പ്രവേശിച്ചു. വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ അള്ളാഹുവൊന്നും ഷിർക്കില്ലാത്ത വിധം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദഖൽ ജന്ന അവൻ സ്വർഗത്തിലും പ്രവേശിച്ചു. അവൻ ഈ വിശ്വാസം നരകം നിർബന്ധമാക്കി, മറ്റേ വിശ്വാസം സ്വർഗം നിർബന്ധമാക്കി. ഇതാണ് നബി തങ്ങൾ ഉദ്ദേശിച്ചത്. രണ്ട് കാര്യം മുജിബത്താനിയാണ് എന്ന് പറഞ്ഞത്. റവാഹു മുസ്ലിം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്ന ഞങ്ങളായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളായിരുന്നു ഖുഊദൻ ഹൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവരായിരുന്നു. അപ്പോൾ മാന അബൂബക്കറിൻ ഉമറു റളിയല്ലാഹു അൻഹുമ ഞങ്ങൾ ഇവിടെ കൂടെ ആരുണ്ട്? സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമയൊക്കെ ഉണ്ട്. ഫി നഫരി ഞങ്ങളൊരു കൂട്ട സംഘത്തിലാ നിലയിൽ. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈനി ളുഹുരിനാ ഞങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂൽ എഴുന്നേറ്റു. ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ അങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ ഞങ്ങളിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. ഫഅബുത്ത അലൈന ഞങ്ങളുടെ മേലെ തങ്ങളൊന്ന് പിന്തി. സാധാരണ വരുന്നതിനേക്കാൾ വരാൻ കുറച്ച് താമസിച്ചു എന്നർത്ഥം. വഹഷീന ഞങ്ങൾ പേടിച്ചു. അയ്യൊക്കത്ത ത്വാദൂനന ഞങ്ങളെ തൊട്ട് അവിടുന്ന് മുറിക്കപ്പെട്ടുവോ.
അവിടുന്ന് ഞങ്ങളോട് ഇവിടെ പറഞ്ഞു പോയ വലിയ ശത്രുക്കളൊക്കെ ഉള്ള കാലല്ലേ, ഇസ്ലാമിൻ്റെ ആദ്യ കാലത്താണ്. ശത്രുക്കൾ നാനാഭാഗത്തിൽ നിന്ന് നിബിധങ്ങളെങ്ങനെ ലക്ഷ്യം വെച്ച് കിടക്കുന്ന കാലമാണ്. ഫസിയന ഞങ്ങളൊക്കെ ബേജാറായി, ഫക്കുംന ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു, ഫക്കുന്തു ഞാനായി, അബൂറന്ന് പറയാണ് ഞാനായി, അവലമൻ ഫസിയ ബേജാറായവരിൽ ആദ്യത്തവൻ ഞാനായി. ഫഹറജ്തു അബ്തഗി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലിനെ തേടുന്നവനായിട്ട് ഞാൻ പുറപ്പെട്ടു. ഹത്താ അത്തൈതു ഹായിത്തൻ ലി അനിൽ അൻസാർ അൻസാരികൾക്കുള്ള ഒരു തോട്ടത്തിൽ ഞാൻ ചെന്നു. ലി ബനിൻ നജ്ജാർ ബനിൻ ബനിൻ നജ്ജാർ ഗോത്രക്കാർക്കുള്ളതായ ഒരു തോട്ടത്തിൽ ഞാൻ ചെന്നു. ഫദുർത്തു ഞാനിങ്ങനെ കറങ്ങി ബിഹി ആ തോട്ടത്തെ, ഞാൻ തോട്ടത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റും നടന്നു നോക്കി. ഹൽ അജിദ് ലഹു ബാബൻ വല്ല ഗേറ്റ് ഉള്ളിലേക്ക് എത്തിക്കുമോ, ഈ തോട്ടത്തേക്ക് കടന്നു നോക്കാൻ വല്ല മാർഗമുണ്ടോ, ഒക്കെ വേലി കെട്ടിയേക്കല്ലേ, വല്ല മാർഗമുണ്ടോ എന്ന് ഞാൻ ചുറ്റും നടന്നു നോക്കി. ഫലം മജിദ് ഞാൻ എന്ത് ചെയ്തില്ല, അകത്തേക്ക് കടക്കാനൊരു വഴി എത്തിച്ചില്ല. ഫൈദാ സമയത്തുണ്ട് റബിയോനൊരു കൈത്തോട്, യദ്ഖുലുഫി ജൗവിഹായിത്തിൻ അത് ഈ തോട്ടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മീൻ ബീരിൻ ഹാരിജത്തിൻ പുറത്തുള്ള ഒരു കിണറ്റിൽ നിന്ന്, പുറത്തുള്ള ഒരു കിണറുണ്ട്, അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നിട്ട് രണ്ട് പോവുകയാണ്. ഈ തോട്ടത്തേക്കാണ് പോണത്. റബി ഈ ഹദീസിൽ വന്ന റബി എന്ന വാക്കിന് അർത്ഥം വലിച്ചത് വരും. എന്നാൽ ഈ പിൽക്കാലത്ത് വന്ന റാവിമാരിൽപ്പെട്ട ഏതോ ഒരാൾ വിവരിച്ചാണ് റബി എന്ന് പറഞ്ഞാൽ തോട് നാർത്തട്ടോ എന്ന്. കാല അങ്ങനെ അബൂ റളിയല്ലാഹു പറയാണ്, ഫസ്തു ഞാൻ ഊണ്ട് കടന്നു, ഇങ്ങനെ ചുരുണ്ട് കടന്നു. ഫദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പ്രവേശിച്ചു. ഞാൻ വല്ല പിന്നെ എല്ലാം കൂന്നും മടയ്ക്ക് വല്ലാണ് കടന്ന പിന്നെ വേലിൻ്റെ ഉള്ളിൽ കൂടെ അകത്ത് കടന്നു നോക്കുമ്പോൾ അള്ളാഹ് റസൂൽ അവിടെ ഉണ്ട്. ഫകാല തങ്ങൾ ചോദിച്ചു, ആഹാ അബൂ ഹുറൈറ, ഇതാരാ അബൂ ഹുറൈറ, അല്ലാതെ കാല അബൂറ അർത്ഥം വെക്കരുത് കേട്ടോ, അബൂറൈറ പറഞ്ഞു അർത്ഥം വെക്കരുതേ. കാല റസൂല പറഞ്ഞു അബൂറൈറ, ആ അബൂറൈറ എന്ന് ചോദിച്ചു. കുൽത്തു ഞാൻ പറഞ്ഞ അമ്യാ റസൂൽ അള്ളാഹ് റസൂൽ അതെ അബൂറൈറ തന്നെയാണ് എന്ന് പറഞ്ഞു. കാല തങ്ങൾ ചോദിച്ചു മാഷൈനുഖ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കുൽത്തു ഞാൻ പറഞ്ഞു കുന്ത ബൈനാൽ ഹുരിന തങ്ങൾ ഞങ്ങൾക്കിടയിലായിരുന്നല്ലോ. ഫൗംത തങ്ങൾ എഴുന്നേറ്റില്ലേ, ഫൗത താലേന ഞങ്ങളുടെ മേൽ തങ്ങളത് പിന്തിയില്ലേ, ഫഹഷീന ഞങ്ങളൊക്കെ പേടിച്ചു, അൻ തുക്കത്ത താദൂനന ഞങ്ങളെ തൊട്ട് തങ്ങൾ മുറിക്കപ്പെട്ടു പോയെന്ന് ഞങ്ങൾ പേടിച്ചു. ഫസീന ഞങ്ങൾ ബേജാറായി, കുന്ത അവലമൻ ഫസിയ ബേജാറായവരുടെ കൂട്ടത്തിൽ ഗേറ്റും ഗൗരവമുള്ള ബേജാറുള്ളവൻ ഞാനായിരുന്നു. അങ്ങനെ ഫാത്തയിത്തു ഹാദല്ലായിത്ത ഞാൻ ഈ തോട്ടത്തിൻ്റെ അടുത്ത് വന്നു. ഫഹത്ത ഫസ്തു ഞാൻ ഊണ്ട് കടന്നു. കമായ ഹത്തഫിസു സാലബു കൂരന്മാരൊക്കെ ചുവന കുനിഞ്ഞ് കടക്കുന്നത് പോലെ വെല്ലം ഇങ്ങോട്ട് ഉള്ളിൽ ഞാൻ കുനിഞ്ഞ് കടന്നു. വഹാവുല ഇന്നാസി ഈ സ്വഹാബാക്കളുണ്ട് പറ ഈ എനിക്ക് പിന്നിലുണ്ട്, കുറച്ചപ്പുറത്ത് ഓലാരും ഇപ്പം നമ്മളെ ഉള്ളിലേക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഓലാരും കണ്ടിട്ടില്ല. കുറച്ചപ്പുറത്ത് നമ്മളെ സ്വഹാബാക്കൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഫകാല തങ്ങൾ ചോദിച്ചു യാ ബാ ഹുറൈറ അബൂ ഹുറൈറ എന്നിട്ട് വിളിച്ചിട്ട് വായത്താനി നാലേഹി തങ്ങളുടെ രണ്ട് പാദരക്ഷ രണ്ട് ചെരുപ്പ് ഇങ്ങോട്ട് തന്നു എനിക്ക്. ഫകാല എന്നിട്ട് പറഞ്ഞു ഇദ്ഹബു ബീന അലയ്യ ഹാത്തൈൻ എൻ്റെ ഈ രണ്ട് ചെരുപ്പുമായിട്ട് ചപ്പലുമായിട്ട് പോയി നോക്ക്. മുഹമ്മൻ ലഖിയമീം വറാ ഇഹാദൽ ഹായിത്തി ഈ മതിലിൻ്റെ അപ്പുറത്തിൽ നിന്ന് ഈ തോട്ടത്തിൻ്റെ അപ്പുറത്തിൽ നിന്ന് ആരെയെങ്കിലും നീ കണ്ടുമുട്ടിയെങ്കിൽ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ തയ്യാറുള്ള ഒരാരെങ്കിലും കണ്ടുമുട്ടിയാൽ എങ്ങനെ പറയണം, മുസ്തൈഖിനം ബിഹാ കൽബുഹു അതുകൊണ്ട് ഹൃദയം നല്ല ദൃഢമാക്കിയവനായ നിലയിൽ ഹൃദയത്തിൽ നല്ല അടിയുറച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷാഹിദാകാൻ തയ്യാറായ ആരെങ്കിലും നീ കണ്ടുവെങ്കിൽ ഫബശ്ശിറുഹു ബിൽ ജന്ന ആ ആൾക്ക് നീ സ്വർഗ്ഗമുണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോ. അവിടെ മുസ്തൈഖിനം ബിഹാ കൽബുഹു എന്ന് പറഞ്ഞൊരു കഷ്ണം അവിടെ ഉണ്ട്, ഒരു പോയിൻ്റാണ്. ഫക്കാന അങ്ങനെയായി അവലുമൻ ലഖീതു ഞാൻ കണ്ടുമുട്ടിയവരിൽ ആദ്യത്തത് ആയി ഉമറായി. ഫകാല ഉമർ ചോദിച്ചു മാഹാത്താനിന്നാലാനിയാബാ ഹുറൈറ എന്താ ഹുറൈറ ഈ രണ്ട് ചെരുപ്പുകൾ. കൊൽത്തു ഞാൻ പറഞ്ഞു ഹാത്താനി നാലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെതായിരിക്കുന്ന പാദരക്ഷയാണ്. ബഅസനി ബിഹിമ അതുമായിട്ട് അള്ളാഹു റസൂലിനെ പറഞ്ഞയച്ചതാണ്. എന്താ പറഞ്ഞയച്ചതെന്നറിയോ, മൻ ലഖീതു യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനം ബിഹാ കൽബുഹു കൽബ് കൊണ്ട് ഈമാൻ ഉറച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തർപ്പിച്ചവനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും ഷാഹിദായ ഞാൻ കണ്ടുമുട്ടിയാൽ
ബഷർത്ത് ഹൂബിൽ ജന്ന, അല്ലെങ്കിൽ ബഷർത്ത ഹൂബിൽ ജന്ന. റസൂലുള്ള പറഞ്ഞ മാതിരി പറയുകയാണെങ്കിൽ ബഷർത്ത ഹൂബിൽ ജന്ന, അല്ലെങ്കിൽ ബഷർത്തു അബുറേറിൻ്റെ വാക്കാക്കി പറയുകയാണെങ്കിൽ ബഷർത്തു ഹൂബിൽ ജന്ന. അവർക്ക് ഞാൻ എന്ത് ചെയ്യണം? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. ഇതുമായിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. ഫലറബ ഉമറു, ഉമർ ഒറ്റ ഇടി കൊടുത്തു. ബൈനസതിയെ ഇടിയിടിച്ചു. ബൈനസതിയ, എൻ്റെ രണ്ട് മുലകൾക്കിടയിൽ, എൻ്റെ രണ്ട് മുലകൾക്കിടയിൽ എൻ്റെ നെഞ്ഞത്തിൽ ഇടിയിടിച്ചു. ഫഹറത്തുലിസ്തി, ഞാൻ ചന്തി കുത്തി വീണു. ഫക്കാല, എപ്പോൾ ഇങ്ങോട്ട് എന്നോട് ഉമർ പറഞ്ഞു, ഇർജിയ അബൂ ഹുറൈറ, തിരിച്ചു പോ അബൂ ഹുറൈറ. ഫറജഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹു റസൂലിനടുത്ത് വീണ്ടും തിരിച്ചു ചെന്നു. ഫാജിഹസ്തു ഫിൽ ബിൽ ബുക്കാ, ഞാൻ കരച്ചിലൊന്ന് പിന്നെ കൽപ്പിച്ചൂട്ടി നല്ലോണം ഉണ്ടാക്കി. കുറച്ച് കരച്ചിൽ എനിക്കുണ്ട്, അതൊന്നും കൂടി ഞാൻ കൊയ്ക്കും പോലെ ഉണ്ടാക്കി കാട്ടി, നല്ലോണം ഒന്ന് ശക്തിയാക്കി ഉണ്ടാക്കി കരഞ്ഞു. വറക്കബനി ഉമറൂ, അള്ളാഹിൻ്റെ റസൂലിനോട് കേസ് പറയാണ്. അള്ളാഹിൻ്റെ റസൂല് ഉമറിനെ അങ്ങോട്ട് വണ്ടിയാക്കി എന്ന് വെച്ചാൽ ഇന്നിട്ട് മെതിച്ച് ചവിട്ടി നാസാക്കി എന്നർത്ഥം. ഫൈദാഹുവ, ആ സമയത്തുണ്ട് ഉമർ അല ഇസിരി, എൻ്റെ പിന്നെ തന്നെ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ ഏറ്റ വേക്ക് തന്നെ ഉമറുണ്ട്. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, മാലക്കയാ അബൂ ഹുറൈറ. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തേ അബൂ ഹുറൈറേ? അപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു, ലഖീതു ഉമറ, ഞാൻ ഉമറിനെ കണ്ടു. അഖ്ബർതുഹു ബില്ലദീ ബഅസ്തനീ ബിഹി, തങ്ങൾ എന്നെ ഏതൊരു ദൗത്യവുമായിട്ട് പറഞ്ഞയച്ചുവോ ആ വിഷയം ഞാൻ അവിടെ അവതരിപ്പിച്ചു, പറഞ്ഞു, ഉമറിൻ്റെ മുമ്പിൽ പറഞ്ഞു. ലറബ ബൈന സദിയ്യ, എൻ്റെ രണ്ട് മുലകൾക്കിടയിൽ ഒരു ഇടിയിടിച്ചു ഉമർ. ലറബത്തിൻ്റെ ഒറ്റ ഇടി. ഹറർത്തുലിസ്തി, ഞാൻ ചന്തി കുത്തി വീണു നബിയെ. ഫകാല ഇർജി, തങ്ങൾ പറഞ്ഞു, എന്നാ തിരിച്ചു പോ. ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫക്കാല, എന്നിട്ട് എന്നോട് ഉമർ പറഞ്ഞു, ഇർജി, തിരിച്ചു പോകുന്നു പറയും ചെയ്തു പറഞ്ഞു. ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള ഉമറിനോട് ചോദിച്ചു. അപ്പോൾ ഏക്കിൽ ഉമറുണ്ടല്ലോ, ഉമറെ, മഹമലക്ക മാലാ മാ ഫഅൽതാനി, ചെയ്തതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? കാല, അപ്പോൾ ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതരെ, ബി അബി അന്ത വ ഉമ്മി, എൻ്റെ ഉമ്മാനെയും എൻ്റെ ബി അബി അന്ത വ ഉമ്മി, എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും അവിടത്തേക്ക് വേണ്ടി ഞാൻ ദാനം നൽകാൻ, അർത്ഥം നൽകാൻ തയ്യാറാണ് നബിയെ. അബാ ഹുറൈറ, ഈ അബൂ ഹുറൈറ തങ്ങളാണോ പറഞ്ഞയച്ചത്? ബിനാലൈക, രണ്ട് ചെരുപ്പുമായി. മൻലഖി യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുസ്തഖിനൻ ബിഹാ ഖൽബുഹു ബശ്ശിർഹു ബിൽ ജന്ന, ഇത് പറഞ്ഞുകൊണ്ട് തങ്ങളാണോ പറഞ്ഞയച്ചത്? കാലനാം, തങ്ങൾ പറഞ്ഞതേ, ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. കാല, ഉമർ പറഞ്ഞു, എന്നാൽ പ്ലീസ് ഫലാ തുഫൽ, തങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യരുത്. ഫൈന്നി അഖ്ശാ, നിശ്ചയം ഞാൻ പേടിക്കുന്നു, യത്തക്കിലന്നാസു അലൈഹാ, ആ വാക്കിൻ്റെ മേൽ ജനങ്ങൾ ഭരമേൽപ്പിച്ചു പോകുമോ, അയിമ കൂടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ആയതുകൊണ്ട് ഫഹല്ലിഹിം യഅമലൂൻ, ജനങ്ങളെ ഒഴിച്ചിട്ടേക്കൂ നബിയെ, അവർ അമൽ ചെയ്തോട്ടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ഫഹല്ലിഹിം, അബൂ ഹുറൈറ ജനങ്ങൾ ഒഴിച്ചിട്ട് കുഞ്ഞിത് പറയണ്ട. റവാഹു മുസ്ലിം. വൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിനോട് പറഞ്ഞു. മുആദ് റളിയല്ലാഹു പറയാണ്, മഫാത്തിഹുൽ ജന്നത്തി, സ്വർഗ്ഗത്തിൻ്റെ ദാതാരിക്കുന്ന താക്കോലുകൾ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് ഒരാൾ സാക്ഷ്യം വഹിക്കലാവുന്നു. റവാഹു അഹ്മദു. അല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റിജാലം മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ ചില ആളുകൾ, ഹീന തൗഫിയ, തങ്ങൾ വഫാത്തായപ്പോൾ, ഹസനു അലൈഹി, തങ്ങളുടെ മേൽ അവർ വല്ലാത്ത സങ്കടമുള്ളവരായി. ഹത്താക്കാത ബാലുഹും, എത്രത്തോളം ചില സഹാബാക്കൾ അടുത്തു, യുവസ്വിസു, പൈശാചിക ദുർബോധനം വരെ ഹൃദയത്തിൽ വരാനടുത്തു. ഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, വ കുന്തു മിൻഹും, ഞാനും അക്കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ ഈ ലോകത്തോട് ഇവിടെ പറയുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായെങ്കിൽ പിന്നെന്ത് കഥ എടുക്കാനല്ല, അല്ലെങ്കിൽ ദീൻ തന്നെ ശരിയല്ലേ, അന്നേരത്തോളമൊക്കെ അള്ളാഹിൻ്റെ റസൂൽ വഫാത്താകുക, അങ്ങനെ സംഭവം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ കൽബിൽ വന്നു. ഞാൻ അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ബൈന അന ജാലിസൂൻ, അങ്ങനെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, മറാലയ്യ ഉമറു, എൻ്റെ അരികിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. വസല്ലമ,
സലാം പറയുകയും ചെയ്തു. ഫലം അഷ്ഉർ ബിഹി, പക്ഷേ ആ സംഭവമേ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് പറഞ്ഞേട്ടപ്പോഴായിരുന്നത് എൻ്റെ അരികിലൂടെ ഉമർ പോയതോ സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഫസ്തക്ക ഉമറു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വേവലാതി പറഞ്ഞു, ആവലാതിപ്പെട്ടു. ഇല അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുമാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞിട്ട് മടക്കിയില്ല. സുമ്മാഖബലാബ്, രണ്ടുപേരും മുന്നിട്ട് വന്നു. ഹത്താ സല്ലമ അലയ്യ, രണ്ടുപേരും എൻ്റെ മേലിൽ സലാം പറഞ്ഞു. ജമീയൻ, രണ്ടുപേരും സലാം പറഞ്ഞു. ഫക്കാല അബൂബക്കറിൻ, എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, മാ ഹമലക്, ഉസ്മാനെ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അല്ലാ തറുദ്ദ അല അഹീക ഉമറാനിൻ്റെ സഹോദരനായ ഉമറിൻ്റെ മേൽ മടക്കാതിരിക്കാൻ, സലാമുഹു, അദ്ദേഹം പറഞ്ഞ സലാമിനെ മടക്കാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? കൊൽത്തു, ഞാൻ പറഞ്ഞു, മാ ഫഅൽത്തു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഫഖാല ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, വല്ലാഹി ലഖദ് ഫഅൽത, പടച്ചോനാണേ നേരെ താങ്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാഷാർത്തു അന്നക മറർത്ത വലാ സല്ലംത, താങ്കൾ അങ്ങനെ നടന്നതോ സലം പറഞ്ഞതോ ഞാൻ അറിഞ്ഞിട്ടില്ല. കാല അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ ഉസ്മാനു, ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. ഖദ് ശഅലക അൻ ദാലിക, ആ സലാം പറയലിനെ മടക്കലിനെ വിട്ട് ഉസ്മാനെ ജോലിയാക്കിയതാണ്, താങ്കളെ ജോലിയാക്കിയതാണ് അമ്രുൻ, വണ്ണമായൊരു കാര്യം. ഇപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു, അജൽ, അതെ. കാല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹുവ, അതെന്തായിരുന്നു? കുൽത്തു, ഞാൻ പറഞ്ഞു, തവഫല്ലാഹു നബിയഹു, അള്ളാഹിൻ്റെ നബിനെ അള്ളാഹു മരിപ്പിച്ചല്ലോ. ഖബല അൻ നസ്അലഹു അൻ നജാതി ഹാദൽ അംരി, ഈ മഹത്തായ ദീന് എന്ന് പറയുന്ന ഇക്കാര്യത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ഞാൻ അവിടത്തോട് നാം ചോദിക്കുന്നതിൻ്റെ മുമ്പ് അള്ള കൊണ്ടുപോയല്ലോ, നബിയെ കൊണ്ടുപോയല്ലോ. കാല അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് സഅൽതുഹു അൻ ദാലിക, അതേക്കുറിച്ച് ഞാൻ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിനാണ് നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നതെന്ന്. ഇത് പറഞ്ഞപ്പോൾ കുംതുലൈഹി, ഞാൻ സിദ്ദീഖിലേക്ക് എഴുന്നേറ്റു. കുൽത്തുലഹു, അവിടത്തോടെ ഞാൻ ചോദിച്ചു, ബി അബി അന്ത വ ഉമ്മി, സിദ്ദീഖ് എന്നവരെ, എൻ്റെ ഉമ്മയെയും ഉപ്പയെയും തങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകാൻ തയ്യാറാണ്. അന്ത അഹഖു ബിഹാ, അത് ചോദിച്ചു പഠിക്കാൻ അർഹൻ താങ്കൾ തന്നെയാണ്. കാല അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൽത്തു, ഞാൻ ചോദിച്ചിരുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, മാ നജാതു ഹാദൽ അംരി, ഈ കാര്യത്തിൻ്റെ രക്ഷ എന്താണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, മൻ കബില മിന്നി, എൻ്റെ വക്കിൽ നിന്ന് ആരെങ്കിലും അനുസരിച്ചാൽ, ഉൾക്കൊണ്ടാൽ, അൽ കലിമത്തല്ലതീ, ഒരൊറ്റ വാക്ക്, ഏതാണ് ആ വാക്ക്? അറൽത്തു അല അമ്മി ഫറദ്ദഹ, എൻ്റെ പിതൃവ്യനാവുന്ന അബൂ താലിബിൻ്റെ മേൽ ഞാൻ വെളിവാക്കിയിട്ട് അദ്ദേഹം തട്ടിക്കളഞ്ഞ വാക്കില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന സത്യവചനം, അതാരെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിച്ചാൽ, ഫഹിയ ലഹു നജാത്തുൻ, ആ കലിമത്തവന് രക്ഷയാണ്. റവാഹു അഹ്മദു. അനിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അന്നഹു സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹു റസൂലിനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കേട്ടു പറയുന്നതായിട്ട്, ലാ യബ്കാ ലാ ദഹരില്ലാഹി ബൈത്തു മദരിൻ വലാ വബർ, ഈ ഭൂമുഖത്തിൻ്റെ മേലിൽ ഒരു ചെറ്റക്കുടിലോ അതല്ലെങ്കിൽ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടോ ബാക്കിയാവൂല, ഇല്ലാ അദ്ഖലഹുല്ലാഹു കലിമത്തൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വചനം ആ വീട്ടിലൊക്കെ കയറിയിട്ടല്ലാതെ, ബിസിസി അസീസിൻ ഔ വദുല്ലി ദലീൽ, ഇസ്സത്തുള്ളവൻ്റെ ഇസ്സത്തോടുകൂടെ, ദില്ലത്തുള്ളവൻ്റെ ദില്ലത്തോടുകൂടെ, എങ്ങനെയാണെങ്കിലും രണ്ടാലനുരിയിലോ ഈ എല്ലാ വീട്ടിലും ഈ ദീനിൻ്റെ ശബ്ദം എത്തും. ഇമ്മാ യുഇസ്സുഹുമുല്ലാഹു, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇസ്സത്തിലാക്കിയിട്ട്, വജഅലഹും മിൻ അഹ്ലിഹാ, എന്നിട്ട് ആ ഇസ്സത്തിൻ്റെ അഹ്ലുകാരിൽ, ഹക്കിൻ്റെ കലിമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഔ യുദില്ലുഹും, അള്ളാഹു അല്ലേ അവരെ നിന്ദരാക്കിയിട്ട്, വദീനൂന ലഹാ, എന്നിട്ട് ആ കലിമത്തിനിക്ക് അവർ അനുസരിച്ച് കീഴ്പ്പെട്ട് നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യും. കൊലുത്തു, അപ്പം ഞാൻ പറഞ്ഞു, ഫേക്കൂനുദ്ദീനു കുല്ലുഹൂലില്ല, അപ്പം ദീന് മുഴുക്കയും അള്ളാഹ് മാറുമല്ലോ. റവാഹു അഹ്മദു. വൻ വഹബിബിൻ മുനബ്ബിഹിൻ റളിയല്ലാഹു അൻഹു ഖീല ലഹു, വഹബ് എന്നോട് ചോദിക്കപ്പെട്ടു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹൽ ജന്ന, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ താക്കോലല്ലേ? കാലാ ബല, അതെ. അത് പറഞ്ഞേക്കാൻ പറഞ്ഞു, ലാക്കിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ വലഹു വസ്നാൻ, ഒരു ചാവിയും തന്നെ ഇല്ല, അതിന് പല്ലുകൾ ഉണ്ടായിട്ടല്ലാതെ. ഫൻജീത മിഫ്താഹിൻ ലഹു വസ്നാൻ, നീ ചാവി കൊണ്ടുവന്നാൽ അതിൻ്റെ എന്തുണ്ട്? പല്ലുകളുണ്ട്. അങ്ങനത്തെ മിഫ്താഹുമായിട്ട് വന്നാൽ, ഫുതിഹലക,
ആ സ്വർഗ്ഗം നിനക്ക് തുറക്കപ്പെടും. ഇല്ലാലും ഇഫ്തഹിലക്ക, ഇല്ലാതെ വന്നിട്ടില്ലെങ്കിൽ, അതില്ലാതെ വന്നാൽ നിനക്ക് തുറക്കപ്പെടില്ല. റവാഹുൽ ബുഖാരി ഫി തർജുമത്തി ബാബിൻ, ഏതോ ഒരു ബാബിൻ്റെ തർജുമ ഹെഡിങ്ങിലാണ് അങ്ങനെ ബുഖാരി ഹദീസ് കൊണ്ടുവന്നത്. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا أحسن أحدكم إسلامه, നിങ്ങൾ ഒരാളവൻ്റെ ഇസ്ലാമിനെ മെച്ചമാക്കിയാൽ, ശരിക്ക് ഈമാൻ കൽബിലേക്ക് ഉൾക്കൊണ്ട് ശരിക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ തയ്യാറായാൽ, ഫകുല്ലു ഹസനത്തിൻ യഅമലുഹ, അവൻ ചെയ്യുന്ന ഏത് സത്കർമ്മവും തുക്തബു ലഹു ബിഅശ്രി അംസാലിഹ, അതിനവനിക്ക് 10 ഇരട്ടിയായിട്ട് പ്രതിഫലം എഴുതപ്പെടും. ഏതുവരെ? ഇലാ സബീമിഅത്തി ളഅഫിൻ, 700 ഇരട്ടി വരെ. വകുല്ലു സയ്യിഅത്തിൻ യഅമലുഹ, താൻ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, തുക്തബു ലഹു തുക്തബു മിസ്ലിഹ, അതിൻ്റെ മിസിൽ കൊണ്ട് എഴുതപ്പെടുള്ളൂ, അത്ര മാത്രമേ എഴുതുള്ളൂ. ഒരു വട്ട തെറ്റ് പറ്റിയാൽ ഒന്നായിട്ട് തന്നെ എഴുതുള്ളൂ, അല്ലാതെ ഒരു തെറ്റിന് 700 തെറ്റായിട്ട് എഴുതൂല. ഏതുവരെയാണ് ഈ ഓഫർ എന്നറിയോ? ഹത്താ ലഖിയല്ലാഹ, അള്ളാഹനെ കണ്ടുമുട്ടുന്നത് വരെ. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ നബിയെ? ഈമാൻ്റെ ലക്ഷണം അടയാളം എന്താണ്? കൽബിനകത്ത് ഈമാൻ അള്ളാഹു കബൂലാക്കിയതുണ്ട് എന്നതിൻ്റെ ലക്ഷണം എന്താണ്? കാല, തങ്ങൾ പറഞ്ഞു, ഇതാ സർറത്തുക ഹസനത്തുക, നീ ചെയ്യുന്ന ഹസനത്ത് നിനക്ക് നല്ലതാണെന്ന് തോന്നിയ നിന്നെ സന്തോഷിപ്പിച്ചാൽ, ഫസാത്തുക സയ്യത്തുക, തെറ്റുപറ്റിയാൽ അതന്നെ വല്ലാതെ മോശം നിൻ്റെ കൽബിൽ അത് ഒരു സൂ ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്താൽ, അന്ത മുഅ്മിനുൻ, നീ യഥാർത്ഥ മുഅ്മിനാവുന്നു. കാല, ആ സ്വഹാബി വീണ്ടും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, മൽ ഫമല്ലിസ്മു, തെറ്റെന്താണ്? കാല, തങ്ങൾ പറഞ്ഞു, ഇദാ ഹാക ഫീ നഫ്സിക ഫീ ഷൈഉൻ, വല്ല കാര്യത്തിനെക്കുറിച്ച് നഫ്സിൽ ഒരു തറദ്ദുദ് വന്നാൽ, ഒരു ചൊറിച്ചിൽ വന്നാൽ, ഒരു ഒരു സംശയം വന്നാൽ, ഫദഅഹു, അതിനെ ഒഴിവാക്കിയേക്കണ്ടീൻ. ഇത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതന്നെയാണ് എൻ്റെ കണക്ക്. റവാഹു അഹ്മദ്. വഅൻ അംർ ബിൻ അബ്സാൻ അന്നഹു ഖാല അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തിലാണിത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതരെ, മൻ മഅകാല ഹാദൽ അംരി, നിങ്ങളിപ്പോൾ ഇവിടെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ മേൽ തങ്ങളുടെ കൂടെ ആരൊക്കെ മെമ്പർമാരുള്ളത്? കാല, അവിടുന്ന് പറഞ്ഞു, ഹുറുൻ, ഒരു ഹുറുണ്ട്, വഅബ്ദുൻ, ഒരു അബ്ദും ഉണ്ട്. കൊൽത്തു, ഞാൻ ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു. കാല, ത്വയ്ബുൽ കലാം വഇത്വാമു ത്വാം, നല്ലത് പറയലും തിന്നാൻ കൊടുക്കലുമാണ്. കുൽത്തു മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു. കാല, അസ്സബ്റു വസ്സമാഹ, ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. കാല, കുൽത്തു, ഞാൻ ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൻ്റെ ഏത് കാര്യമാണ് ഏറ്റവും അഫ്ളൽ ചോദിച്ചു. കാല, തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമോൻ മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ വേദൊരുത്തൻ്റെ നാവിനെ തൊട്ടും കയ്യിനെ തൊട്ട് രക്ഷപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ അമലാണ് ഏറ്റവും നല്ല, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു. കാല, ഈ സഹാബി അറിയാണ്. കുൽത്തു, ഞാൻ ചോദിച്ചു, അയ്യുൽ ഈമാനി അഫ്ളലു, ഈമാൻ അഫ്ളൽ ഏതാണ് നബിയേ? ഈമാൻ ഏറ്റവും ഏത് ഈമാൻ അഫ്ളൽ ചോദിച്ചു. കാല, ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞു. കാല, അംർ ഇബ്നു അബ്സ പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, അയ്യുസ്സലാത്തി അഫ്ളലു, നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ്? കാല, തൂലുൽ കുനൂത്ത്, അത് നൃത്തം നീണ്ടതാണോ? റുക്കും സുജൂദ് നീട്ടുന്നതിനേക്കാൾ നല്ലത് നൃത്തം നീണ്ടതാണ്. കാല, അംർ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹു പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, അയ്യുൽ ഹിജ്റത്തി അഫ്ളലു, ഏറ്റവും നല്ല ഹിജ്റ ഏതാണ്? അഫ്ളൽ ഏതാ ഹിജ്റ ഏതാണ്? കാല, തഹ്ജുറമാ കരിഹ റബ്ബുക, നിൻ്റെ രക്ഷിതാവ് ഇഷ്ടപ്പെടാത്തത് നീ ഒഴിഞ്ഞു നിൽക്കലാണ്. കാല, അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, ഫയ്യുൽ ജിഹാദി അഫ്ളലു, ജിഹാദിൽ നിന്ന് അഫ്ളൽ ഏതാണ്? കാല, അവിടുന്ന് പറഞ്ഞു, മൻ ഉഖിറ ജവാദുഹു വഉരീക ദമുഹു, മൻ ഒരുത്തൻ്റെ ജിഹാദാണ്, ഉഖിറ ദമുഹു ജവാദുഹു, അവൻ്റെ മുന്തിയതായ കുതിരയുണ്ടല്ലോ അതിനെ വധിക്കപ്പെട്ടു, ഉഹരീക ദമുഹു, സ്വന്തം രക്തം ഒഴുക്കപ്പെടുന്നു. ഉരീക്ക എന്നാണ് ആ ഹാ അങ്ങനെ സംസാരത്തിൽ എഴുതുന്നത്. ഉഹരീക്ക എന്നാണ് ഹാ ഇങ്ങനെ സംസാരത്തിലൊരു ജായിദായിട്ട് ഒഴുകി വരുന്നതാണ്. അലിഫിലാണ് സാധനം. അറാക്ക ഇരീക്കുവാണ്, അതിന് മജ്ജൂലാണ് ഉരീക്ക. ആ ഹാ എക്സ്ട്രാ വരുന്നതാണ്. ഉഹരീക ദമുഹു, രക്തം ചിന്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാല, അമ്രുല്ലാന്ന് പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, അയ്യു സാഅത്തി അഫ്ളലു, സമയത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണ്? കാല, അവിടുന്ന് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ അർദ്ധഭാഗമാവുന്നു. റവാഹു അഹ്മദ്.
عن معاذ بن جبل رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول رسول الله പറഞ്ഞു ഞാൻ കേട്ടു മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ അള്ളാഹിനോട് ഒരു ഷൈയും പങ്കു ചേർക്കാത്ത വിധം കണ്ടുമുട്ടിയാൽ യുസല്ലിൽ ഹംസാവെ സൂമ റമളാന അഞ്ചു വക്ത് നിസ്കരിക്കുകയും റമളാൻ മാസം നോമ്പ് നോൽക്കുകയും ചെയ്യും ഷിർക്കൊന്നും വെക്കൂല്ല ആ നില കണ്ടുമുട്ടിയാൽ ഓഫർ ലഹു എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. കൊലുത്തു അപ്പം ഞാൻ അള്ളാഹ് റസൂലിനോട് പറഞ്ഞു, എന്നാ നബിയെ അഫല ഉബഷിറുഹും യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ തിരുദൂതരെ എന്നാൽ ഈ സന്തോഷവാർത്ത ജനങ്ങൾക്ക് ഞാൻ അങ്ങ് കൊട്ടിപ്പാടി പറഞ്ഞു കൊടുക്കട്ടെ ചോദിച്ചു. കാരാ തങ്ങൾ പറഞ്ഞു ദഹും യമലൂ, വേണ്ട ജനങ്ങളെ വിട്ടേക്കു, അവരമൽ ചെയ്തോട്ടെ. റവാഹു അഹ്മദ്. വാൻഹു അന്നഹു സാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനോട് മുആദ് റളിയല്ലാഹു ചോദിച്ചു അൻ അഫ്ളലിൽ അഅ്മാൽ, ഈമാനിൽ നിന്ന് അഫ്ളലിനെ കുറിച്ച് ചോദിച്ചു. കാല അപ്പോൾ തങ്ങൾ പറഞ്ഞു തുഹിബ്ബലില്ലാഹി വ തുബ്ഗിദലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരാളെ പ്രേമിക്കലും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ മറ്റൊരാളെ ദേഷ്യം വെക്കലുമാണ്. വത്തുഅ്മില ലിസാനക, നിൻ്റെ നാവിനക്ക് നീ പണി കൊടുക്കലാണ്. ദിക്റില്ലാഹി, ദിക്റുല്ലാഹിലായിട്ട് പണി കൊടുക്കലാണ്. കാല വമാദാ യാ റസൂലല്ലാഹ്, വമാദാ വാവർ ഫാത്തിഫാണ്. വമാദാ യാ റസൂലല്ലാഹ്, ഇതിൻ്റെ പുറമഞ്ഞ ഏതാണ് അള്ളാഹുവിൻ്റെ റസൂലേ ഉള്ളത് ചോദിച്ചു. കാലാ തങ്ങൾ പറഞ്ഞു വഅൻ തുഹിബ്ബ ലിന്നാസ്, മറ്റ് ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടലാണ്. മാ തുഹിബ്ബു നഫ്സിക, നീ നഫ്സിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്. വതക്റഹു ലഹും, പൊതുജനങ്ങൾക്ക് നീ വെറുക്കലാണ്. മാ തക്റഹു ലി നഫ്സിക, നിന്റെ നഫ്സിക്ക് വെറുക്കുന്നതിനെ മറ്റുള്ളവർക്ക് നീ വെറുക്കലാവുന്നു. റവാഹു അഹ്മദു. അല്ലാഹു അഅലം.